ഹുസൈൻ സലഫി ആരോടൊക്കെയോ ചേർന്ന് ആരുടെയൊക്കെയോ ഗൂഢാലോചനയ്ക്ക് വിധേയമായി പറഞ്ഞു നോക്കിയാൽ അവിടെ എനിക്ക് 2 ഖുറാനിക വചനങ്ങൾ പറയാനുണ്ട്. നേതാക്കന്മാർക്കും ഓർമ്മ ഉണ്ടാവുക വചനം, പഠിക്കാത്തവരായി ആരും ആ കൂട്ടത്തിൽ ഇല്ലല്ലോ. എന്താ അത്? ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ. സ്വകാര്യ മീറ്റിങ്ങുകൾ, ഗൂഢാലോചനകൾ അത് പൈശാചികമാണ്, പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഖുർആൻ ഒരു ഭാഗത്ത് പറഞ്ഞു, സൂറത്ത് മുജാദല 58-ാം അധ്യായം, അവിടെ നോക്കാം 8, 9, 10 വചനങ്ങൾ. എന്നിട്ട് ഖുർആൻ ആലോചനകളെ പറ്റി പറഞ്ഞു. ഗൂഢാലോചന നടന്നു. ആരുമായിട്ട് ഗൂഢാലോചന നടത്തിയെന്ന് നമുക്കറിയില്ല. ആരുമായിട്ടൊരു ഗൂഢാലോചന നടന്നായിട്ട് നമുക്കറിയില്ല. സലഫിയുടെ ഹൃദയത്തിൽ തട്ടിയത് സലഫി പറഞ്ഞു എന്നേ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ആർക്കും ഒരു പക്ഷവും ചേരാത്തവർക്ക് തോന്നുക. അതല്ലാത്തൊരു തോന്നൽ അതിനുണ്ടാവില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി ഖുർആനിലൊരു വചനം ഓർക്കണം. അത് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം 114-ാമത്തെ വാചകമാണ്. എല്ലാവരും ഓർക്കണം. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ആയത്ത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മിക്ക സ്വകാര്യ യോഗങ്ങളിലും യാതൊരു ഖൈറുമില്ല. അല്ലാഹ് പറയാണ്, കേട്ടോളി, പഠിച്ചോളി, ദീൻ എന്താന്ന് പഠിച്ചോളി. അതാ നമുക്ക് ആവശ്യം. നമുക്ക് ഇതുപോലുള്ള സദസ്സ് വേണം. എന്തിന്? അള്ളാന്റെ ദീന് പഠിപ്പിക്കാൻ, പടച്ചോന്റെ ദീന് പഠിപ്പിക്കാൻ. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും. മിക്ക സ്വകാര്യ മീറ്റിങ്ങുകളിലും ഖൈറില്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, സദഖ ചെയ്യാൻ കൽപ്പിക്കുന്നത്, ഔ മഅറൂഫിൻ, നന്മ കൽപ്പിക്കുന്നത്. ഈ നന്മയല്ലാതെ സലഫിയുടെ പരാമർശത്തിൽ എന്തുണ്ടായി? അത് തെളിയിക്കണം. ഏത് ഖുർആനിനെതിരെ സലഫി സംസാരിച്ചു, ഏത് ഹദീസിനെതിരെ സലഫി സംസാരിച്ചു, ഏത് ഐക്യത്തിന് തുരങ്കം വെക്കുന്ന വിധത്തിൽ സലഫി സംസാരിച്ചു, നേതൃത്വത്തിന് എതിരായി ആരവശബ്ദമുയർത്തി. തീർന്നില്ല. മൂന്നാമത്തതോ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ. ഏത് ഗൂഢാലോചനയുടെ ഫലമായിട്ട് സലഫി സംസാരിച്ചെന്നാണല്ലോ? ഇല്ല. ഹുസൈൻ സലഫി കൃത്യമായി കാര്യങ്ങൾ നോക്കി കണ്ടിട്ടുണ്ടാവാം. അദ്ദേഹത്തിന് പഠിക്കാൻ സാവകാശം എടുക്കാം. പ്രത്യേകിച്ച് കേരളത്തിലല്ലല്ലോ അദ്ദേഹം. കേരളത്തിൽ വരുന്നു, പ്രസംഗിക്കുന്നു. അദ്ദേഹം ഷാർജയിലാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി, അല്ലേ? അതുകൊണ്ട് കേരളത്തിലെ സംഘടനാ വിഷയമോ ഇവിടെ ഉണ്ടാകുന്ന പൊളിറ്റിക്സോ ഇവിടെ ഉണ്ടാകുന്ന താല്പര്യങ്ങളോ സലഫിക്ക് ശരിക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വസ്തുതകളെ പഠിക്കാൻ അദ്ദേഹം കാത്തിരുന്നിട്ടുണ്ടാവാം. ഇപ്പോഴും അദ്ദേഹം ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്ന് സംസാരിച്ചുവോ? യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ തീരുമാനം പറഞ്ഞുവോ? ഇല്ല. മറിച്ച് എന്തേ സലഫി പറഞ്ഞുള്ളൂ? യാ ഇബാദല്ലാ ഖീലൂനി എന്നത് ലോക സലഫി പണ്ഡിതന്മാർ എങ്ങനെ ചർച്ച ചെയ്തുവോ, അവരെന്ത് പറഞ്ഞുവോ അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക. ഇതിലെന്താ തെറ്റ്? ഇതിലെന്താ കുഴപ്പം? അതല്ലേ നമ്മളും പറയുന്നത്. സലഫികൾ എന്താണോ പറഞ്ഞ അത് ചെയ്യണോ? ഹുസൈൻ സലഫി പറഞ്ഞതിന് എന്താ തകരാറ്? ലോക സലഫികൾ യാ ഇബാദല്ലാ എന്നത് ശിർക്കാന്നാ പറഞ്ഞേ, എന്നാ അവിടെ നിൽക്കണമെന്നല്ലേ സലഫി പറഞ്ഞതിന്റെ അർത്ഥം? ലോക സലഫികൾ ഇതുവരെ യാ ഇബാദല്ലക്ക് എന്ത് വിഷയമാണ് നൽകി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെങ്കിൽ, അബ്ദുറഹ്മാൻ സലഫിയും ടീമും പറയുന്നത് ശിർക്കാണെങ്കിൽ അവിടെ നിൽക്കണമെന്ന് നമ്മളോട് ഉപദേശിക്കല്ലേ സലഫി ചെയ്തത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു എന്ത്? അല്ല, അതിൽ ശിർക്കുണ്ടോ എങ്കിൽ അത് പഠിച്ച മഹാപണ്ഡിതന്മാരുടെ മുമ്പിൽ ചർച്ച ചെയ്യണം. എന്ത് തെറ്റാതിലുള്ളത്? എന്നിട്ട് പറഞ്ഞു കുബൂരികൾ നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് തിരിച്ചറിയണം, ഐക്യത്തോടുകൂടി പോകണം. ഇതാണോ അപശബ്ദം? ഇതാണോ കൊള്ളരുതാത്ത ശബ്ദം? ഇതാണോ അഹങ്കാരിയുടെ ശബ്ദം? എങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിയുക, നിങ്ങൾക്ക് അപശബ്ദമായി തോന്നാനുള്ള കാരണം പിളർക്കലാണ് നന്മ എന്ന് ടി.പി. കരുതി കാണും, സലഫി കരുതി കാണും. ഇത് മുജാഹിദുകളെ തമ്മിൽ അടുപ്പിച്ച് വിവിധ ഗ്രൂപ്പുകളാക്കലാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത് അപശബ്ദമായി തോന്നി. അല്ലെങ്കിൽ തോന്നും ആർക്കെങ്കിലും തോന്നോ? ആ സമ്മേളനത്തിലെ ഏറ്റവും നല്ല അഭിപ്രായം എന്നല്ലേ തോന്നുന്നുണ്ട്. ചില ആളുകൾ ഹുസൈൻ സലഫിന്റെ വിഷയാവതരണം കേട്ടിട്ട് എന്നെ വിളിച്ചു, നിങ്ങൾക്കുള്ള ശക്തമായ താക്കീതുണ്ടായില്ല. ഞാൻ പറഞ്ഞു എന്നെ കുറിച്ചാണെങ്കിൽ അൽഹംദുലില്ലാ എനിക്ക് തിരുത്താനൊരവസരമായല്ലോ. അതെന്താ? ആരെങ്കിലും വൈകാരികമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാന്നാ ചെല്ല് പറഞ്ഞു. ആയിരിക്കാം, എനിക്ക് വൈകാരികത ഉണ്ടാകലുണ്ട്, ആയിരിക്കാം. എന്നിട്ട് പറഞ്ഞു നേതാക്കന്മാരോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ എങ്കിലത് തിരുത്തണം. ഇതല്ലേ സലഫി പറഞ്ഞത്? ഇതല്ലേ ശരി?
ഇതല്ലേ രണ്ട് വിഭാഗത്തോടുള്ള വർത്താനം. ആ മനുഷ്യനെ പിന്നെ എന്തൊക്കെ പറഞ്ഞു? ഇതുവരെ അദ്ദേഹം പ്രസംഗിച്ചതൊന്നും പിന്നെ ഫലത്തിലില്ല. അദ്ദേഹത്തിന്റെ സേവനമല്ല, പറ്റ അടക്കി പരസ്യമായി ഒരു അധ്യക്ഷ പ്രസംഗത്തിന്റെ ഫുൾ ടൈം എന്തൊക്കെ നിർവഹിക്കാനുണ്ടായിരുന്നു, നടന്നോ? അതുകൊണ്ട് സെലഫി പ്രസംഗിച്ചത് എന്താണ്? അതാണ് നിങ്ങൾ ആദ്യം കേൾക്കുന്നത്. സെലഫി എന്താ പ്രസംഗിച്ചത്? ഹുസൈൻ സെലഫി എന്താ പ്രസംഗിച്ചത് അവിടെ? എന്നിട്ട് ഒരു കാര്യം, അത് ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം, സെലഫിയുടെ പരാമർശത്തിൽ എന്തെങ്കിലും ഒരു നിലക്ക് മാനവിക വിരുദ്ധമായ, സംസ്കാര വിരുദ്ധമായ, മുജാഹിദുകൾ ആഗ്രഹിക്കാത്ത, നേതൃത്വത്തിനെതിരായ, ദീനിനെതിരായ അരപരാമർശം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ രേഖപ്പെടുത്തണം, നിങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഇനി നിങ്ങളത് കേട്ടോളൂ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. KJU-വിന്റെയും KNM-ന്റെയും ISM-ന്റെയും MSM-ന്റെയും MGM-ന്റെയും അമരത്തിരിക്ക് നേതൃത്വം നൽകുന്ന സമാദരണീയരായ എന്റെ പൊന്നു നേതാക്കളോട്, അതേ മുജാഹിദ് സമ്മേളനമാണ്, വീട്ടിലിരിക്കാനാവില്ല എന്ന മനസ്സോടുകൂടി അഷ്ടദിക്കുകളിൽ നിന്ന് ഈ സലഫി നഗരിലേക്ക് പരന്നൊഴുകിയ എന്റെ പൊന്നു മുജാഹിദ് പ്രവർത്തകരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന ഖുബൂരികളുടെ ആരോപണത്തിന് നമുക്കൊന്നായി മറുപടി കൊടുക്കാൻ സാധിക്കണം. ആ വിഷയത്തിൽ നമ്മുടെ ശബ്ദം ഭിന്നിച്ചു പോകരുത്. ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിന്റെ മുമ്പിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഇന്നുണ്ട്. യാ ഇബാദല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ദുർബലമായ ഹദീസിന്റെ പ്രശ്നത്തിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുബൂരികൾ അത് തെളിവായി കൊണ്ടുവന്നപ്പോൾ മുസ്ലിം ലോകം മുഴുവനും ഇന്നേ വരെ അതിന് നൽകിയ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ നാം ഒതുങ്ങി നിൽക്കുക, അതിനും അപ്പുറമുള്ള വ്യാഖ്യാന ചർച്ചകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുക. ഇനി അതല്ല സഹോദരങ്ങളെ, ആ മറുപടിയിൽ അപകടമുണ്ടെന്നാണോ നമുക്ക് പറയാനുള്ളത്? എങ്കിൽ അത് മുഖവിലക്കെടുത്തുകൊണ്ട് നാം ഇനിയും ചർച്ചകൾ അവസാനിപ്പിക്കരുത്. കൂട്ടമായി ചർച്ച ചെയ്യണം, ഇനിയും പഠനങ്ങൾ നടക്കണം. സാധാരണ ജനങ്ങൾക്കിടയിലേക്കല്ല, പണ്ഡിത ലോകത്ത് ചർച്ച നടക്കട്ടെ. നമ്മെ അംഗീകരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഒട്ടേറെ പണ്ഡിത സഭകൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രശ്നങ്ങളിൽ ആശങ്കാകുലരാണ്. അവർ നമ്മോട് ഈ വിഷയം തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിൽ പോയിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനു വേണ്ടി? ഗൾഫ് സലഫി പണ്ഡിതന്മാര് പറയുന്നത് മുഴുവൻ അണ്ണാക്കു തൊടാതെ വിഴുങ്ങി തിരിച്ചു പോരാനല്ല, അവരെ തഖ്ലീദ് ചെയ്യാനുമല്ല, അവരുടെ മുമ്പിൽ അവരുടെ കാൽ കീഴിൽ നമ്മുടെ ആദർശം പണയപ്പെടുത്താനുമല്ല, മറിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ തർക്കങ്ങൾ എന്താണെന്ന് മുഴുവനും ആ അറബ് സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവരിൽ നിന്ന് വരുന്ന ഫത്വകൾ പലപ്പോഴും വിഭിന്നങ്ങളായി മാറുന്നത്. നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെങ്കിൽ കൂട്ടമായി നാം അവരെ അറിയിക്കണം. പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്കിടയിലുള്ള തർക്കത്തിന്റെ മർമ്മം അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തണം. അവർക്ക് പറയാനുള്ളത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവരും പറയട്ടെ. എന്നിട്ട് ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിക്കൂടെ പ്രിയമുള്ളവരെ? എത്താൻ നമുക്ക് സാധിക്കുമെന്നാണ് ഈ ഉള്ളവൻ പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള നമ്മുടെ ചർച്ചകളും തർക്കങ്ങളുമൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ ബഹുമാനത്തോടുകൂടി ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് ആദർശ ശത്രുക്കൾക്കെതിരെ നാം സ്വീകരിക്കേണ്ടുന്ന അജണ്ടയുമായി നാം മുന്നോട്ട് പോകണേ എന്നാണ് വിനീതമായി. സഹോദരങ്ങളെ, നിങ്ങൾ കേട്ടല്ലോ, ഇത്ര പക്വതയുള്ളൊരു തീരുമാനം എന്തുകൊണ്ട് വേറൊരാൾ അവിടെ പറഞ്ഞില്ല? നിങ്ങളെല്ലാവരും ആലോചിക്കുക. സലഫി പണ്ഡിതന്മാരോട്, ലോക സലഫി പണ്ഡിതന്മാരോട് ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞ എന്തിനാ? തമ്മിൽ തല്ലി പിരിയാനല്ല, ഒന്നാകാനാണ്. മാത്രമല്ല, അവര് പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നല്ല, നമ്മുടെ ആദർശം അവരുടെ കാൽ കീഴിൽ പണയപ്പെടുത്തണമെന്നുമല്ല. എത്ര മാന്യമായ സലഫിയുടെ പ്രസംഗം നമ്മളിവിടെ ലഘുലേഖയൊക്കെ ഇവിടെ വിതരണം ചെയ്യും. മാക്സിമം ആളുകൾ അത് വാങ്ങി എല്ലാവർക്കും എത്തിക്കണം. മാക്സിമം എന്താ അവിടെ സംഭവിച്ചത് എന്ന് നിങ്ങൾ എല്ലാവരും അറിയണം. എല്ലാവരും ആ കാര്യം മനസ്സിലാക്കണം. എന്താ അവിടെ പറഞ്ഞത്? ഐക്യാഹ്വാനമുണ്ടാക്കി, ഐക്യപ്പെടണമെന്നുണ്ടായി. അവിടെ തക്ബീർ വരെ ചിലർ ചൊല്ലിയത് എന്തിനാ? സലഫി ഇങ്ങനെ പ്രസംഗിച്ച് നേതാക്കന്മാരെ വിമർശിച്ചു എന്നുള്ളതിലല്ല. ഈ പ്രഖ്യാപനം മുഖവിലക്കെടുത്ത് ഒന്നിച്ചു പോകുന്ന ഒരു മുജാഹിദ് കേരളം സമ്മേളനത്തിന് ശേഷം ഉണ്ടാകുമല്ലോ എന്നോർത്തിട്ടാണ് എല്ലാരും മനസ്സിലാക്കണത്. എന്നിട്ടോ ആ സന്തോഷം കൊണ്ട് തക്ബീർ ചൊല്ലിയ കുട്ടിയെയും അവന്റെ കൂടെയുള്ളവരെയും കൈകാര്യം ചെയ്തു. നിങ്ങൾ ആലോചിക്കണം എന്തൊക്കെയാ അവിടെ പിന്നുണ്ടായത്. സലഫി പറഞ്ഞ എത്ര മാന്യമായാണ്.
ഐക്യത്തിൽ പോണം. നമ്മള് ശത്രുക്കളുടെ കൈകളിലെ കളിപ്പാട്ടങ്ങളാകരുത്. ഇനിയും ഇത് ചർച്ചയുടെ കവാടങ്ങൾ കൊട്ടിയടക്കരുത്. അറബ് നാടുകളിലെ പണ്ഡിതന്മാർ, നാമുമായും നമുക്കവരുമായും ബന്ധമുള്ളവർ നമ്മുടെ കാര്യമോർച്ച് വേദനിക്കുന്നു. അതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഇനി അത് ചർച്ച ചെയ്യണമെന്ന് അത്രേ അതിൽ പറഞ്ഞുള്ളൂ. ഒരാളുടെ ഭാഗവും അദ്ദേഹം ചേർന്നിട്ടില്ല, ചേർന്ന് സംസാരിച്ചിട്ടുമില്ല. രണ്ട് വിഭാഗം ആളുകളോടും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള ശുദ്ധമായ കാര്യം പറയേണ്ട സദസ്സിൽ പറയേണ്ടവരിയ്ക്കുന്നിടത്ത് സമാധാന ചിത്തമായി ഒരു വാക്ക് പോലും തെറ്റിപ്പോകാതെ സൂക്ഷ്മമായി മാന്യമായി അതിൽ അദ്ദേഹം പറഞ്ഞ എന്താണ്? KJUവിന്റെ, KNMന്റെ, ISMന്റെ, MSMന്റെ, MGMന്റെ എന്റെ പൊന്നു നേതാക്കളെ എന്ന് പറഞ്ഞിട്ട് സലഫി പറഞ്ഞ്, എന്റെ പൊന്നു നേതാക്കളെ എന്ന് വിളിച്ച് മനസ്സിൽ തട്ടി അങ്ങേയറ്റത്തെ ഹൃദയവേദനയോടെ സലഫി പറഞ്ഞു. ഏതൊരു മലയാളിക്കും അവരോടൊപ്പമുള്ള നാടൻ മനുഷ്യന്മാരോട് പോലും ചോദിച്ചു നോക്ക്, ഹുസൈൻ സലഫി പറഞ്ഞതിൽ എന്താ ഭാഗതയുള്ളത്? ഇനിയോ ഐക്യാഹ്വാനം എന്തുകൊണ്ട് അവർക്ക് പ്രയാസമുണ്ടാക്കി? അത് നമുക്ക് തുറന്ന് കേൾക്കേണ്ട കാര്യങ്ങളാണ്. കാരണം പുതിയ ISMനെ രൂപീകരിക്കാൻ തീരുമാനിച്ചായിരുന്നു വന്നത്. ഇപ്പോഴത്തെ ISMനെയും MSMനെയും പിരിച്ചുവിട്ട് പുതിയ ISM, പുതിയ MSM എങ്ങനെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന, സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത, സ്വന്തമായ അഭിപ്രായമില്ലാത്ത ചില ആളുകൾ പറയുന്നതിനനുസരിച്ച് കളിപ്പാട്ടങ്ങളായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ തെരഞ്ഞെടുത്ത് ഒരു ISMഉം ഒരു MSMഉം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടാണ് വന്നത്. ഐക്യമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടാണ്, നടക്കൂല എന്ന് പറഞ്ഞിട്ടാണ്. അതിനിടയിലാണ് ഐക്യാഹ്വാനം ഉണ്ടായത്. സഹിച്ചില്ല. മുൻകൂട്ടി എടുത്ത ഇരുട്ടിന്റെ മറവിലെ ഗൂഢാലോചന എന്താ? ഔ ഇസ്ലാഹിൻ ബൈനന്നാസ് അല്ല, മനുഷ്യർക്കിടയിൽ പിളർപ്പുണ്ടാക്കാനാണ്. അത് ഖുർആനെതിരുമാണ്. ഖുർആൻ പറഞ്ഞ എന്താ? മനുഷ്യർക്ക് രഞ്ജിപ്പുണ്ടാക്കാൻ ആ മീറ്റിംഗ് അല്ലേ? അങ്ങനെ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് പകരം ഭിന്നിപ്പിച്ച് തകർത്ത് ഭിന്നിപ്പിന്റെ സമാപന പ്രഖ്യാപനം നടത്തി കടന്നു പോകണമെന്ന് വിചാരിച്ചവർക്ക് സലഫിയുടെ പ്രഖ്യാപനം തിരിച്ചടിയായി. സഹിച്ചില്ല. കൂടിയാലോചനല്ല. ഉണ്ടോ? അപ്പൊ തന്നെ മറുപടി. അതിലൊരു കാര്യമുണ്ട്, ഒരു വലിയ മെസ്സേജ്. KJU എന്ന് പറഞ്ഞാൽ അയാളാണ്, KNM എന്ന് പറഞ്ഞാൽ അയാളാണ്. ആർക്കും മറുപടി കൊടുക്കേണ്ടവൻ അയാള്. KNMൽ വേറെ സെക്രട്ടറിമാരില്ലേ? കുഞ്ഞു മുഹമ്മദ് മദനി ബർപൂരില്ലേ? പണ്ഡിതന്മാരില്ലേ? അനവധി നേതാക്കന്മാരില്ലേ? എല്ലാ റോളും അയാൾക്ക്. ഓടുന്നു, ചാടുന്നു, പ്രോത്സാഹനം നൽകുന്നു, ട്രോഫി നൽകുന്നു, അതുപോലെ പലതും എല്ലാം അയാൾ. എവിടെ നോക്കിയാലും അയാൾ. എന്ത് പറ്റി കൂട്ടരെ? എന്ത് പറ്റി മുജാഹിദ് പ്രസ്ഥാനത്തിന്? ഇതൊന്നും തിരിച്ചറിയാത്തൊരവസ്ഥ ഇവിടെ സംജാതമായി. ഇത് ഗൗരവമാകണം. നേരെ മറിച്ച് സമ്മേളനത്തിന്റെ 1-ാം തീയതി വളരെ മോശമായ രൂപത്തിൽ ഒരു ഡോക്ടർ അവിടെ പ്രസംഗിച്ചു. അയാളുടെ പ്രസംഗങ്ങളൊക്കെ വിവാദാകാറുണ്ട്. ഒന്ന് പഠിച്ചുകൂടായിരുന്നോ? അത്രേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ? ആളുകളെ പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുമ്പോ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാമായിരുന്നു ആ ഡോക്ടർക്ക്. പക്ഷേ അദ്ദേഹം അത് ചോദിച്ചില്ല. നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളാണ്. മുജാഹിദ് തറവാട്ടിൽ പിറന്ന വ്യക്തിയാണ് ഞാൻ. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആദ്യകാലത്തെ 10 വനിതാ പ്രസിഡന്റുമാരിൽ 9 പേരും മുജാഹിദായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കും. അപ്പൊ ആ പ്രസ്ഥാനവും ഞങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വ്യക്തമാണ്. അപ്പുറത്തെ ഭാഗത്ത് ഒരു കൂട്ടം, 2 വർഷമാണ് ഞാൻ പറഞ്ഞത്, ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ പിടിച്ച് ജാഹിലിയ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറ്റിയ പേര് ജാഹിൽ തന്നെ. അവരെ നിങ്ങൾക്ക് ജിന്നെന്നോ ഇബ്ലീസെന്നോ എത്ര പേര് പല പേര് നിങ്ങൾക്ക് വിളിക്കാം. എന്തേലെ അവരെ നിങ്ങൾക്ക് ജിന്നെന്നോ ഇബ്ലീസെന്നോ എത്ര പേര് പല പേര് നിങ്ങൾക്ക് വിളിക്കാം. എന്തേലെ അത് വേറെ വിഷയം. പക്ഷെ അത് ജാഹിലുകളാണ്. ആ ജാഹിലുകളെയും നിങ്ങൾ തിരിച്ചറിയണം.
കാരണം ആ ജാഹിലിനെ കൊണ്ട് മൊത്തം ഈ സംഘടനകൾക്ക്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. കാരണം ആ ജാഹിലിനെ കൊണ്ട് മൊത്തം ഈ സംഘടനകൾക്ക്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ചീത്തപ്പേരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ഔദ്യോഗികമായിട്ട് പ്രമേയം പാസാക്കിയത്. അതായത് ഇത്തരത്തിലുള്ള പ്രവണതകളെ ചേർത്ത് നിൽക്കുന്നതിനായിട്ട് ഞങ്ങളുടെയും എല്ലാ തരത്തിലുള്ള സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാവും എന്ന് പറയും. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം, ഞാൻ നിങ്ങളുടെ സി ഡികളൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്. ഞാൻ യൂസഫ് അലി സാഹിബും കാറിൽ സി ഡി ഇട്ട് കാണുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളെ പറ്റിയിട്ട്. പണ്ടൊക്കെ നമ്മൾ അബ്ദുൽ ഗഫാർ മൗലവിയെ പറ്റിയിട്ടൊക്കെ കാണാറ്. അപ്പൊ അവരെ പറ്റി കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ചില സാധനങ്ങളൊക്കെ, അത് കണ്ടാൽ മതി. അപ്പോ ഞാനത് പറഞ്ഞതിന്റെ അർത്ഥം, ഫിഫ്ത്ത് കോളം എന്ന് പറഞ്ഞാൽ അഞ്ചാം പത്തി. ഏതൊരു പ്രസ്ഥാനത്തെയും നശിപ്പിക്കുന്നത് അഞ്ചാം പത്തിയാണ്, അല്ലാതെ പുറത്തുനിന്നുള്ള ചാലഞ്ചുകളല്ല ഉണ്ടാവാറ്. അപ്പൊ ആ അഞ്ചാം പത്തികളെ സൂക്ഷിക്കുക, അഞ്ചാം പത്തികളെ തിരിച്ചറിയാനായിട്ട് പോരാടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് KNM-ന് വീണ്ടും ഞാൻ പറയാണ്, KNM തറവാട്ടിൽ പിറന്ന എന്റെയും എന്റെ പ്രവർത്തകരുടെ എല്ലാ സഹകരണവും ഞാനിവിടെ ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും നിന്നുകൊണ്ട് ഇരിക്കുന്നു. ഒരു ഉന്നത വിദ്യാഭ്യാസ സംവിധാനം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഇവര് നിങ്ങൾ ജിന്നുകളെന്നോ ഇബിലീസുകളെന്നോ ജാഹിലുകളെന്നോ പറയണം. ആരെ? റസൂലുള്ളാഹിന്റെ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സുന്നത്ത് അംഗീകരിക്കുന്ന, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വിഷയങ്ങൾ അതുപോലെ സ്വീകരിക്കുന്ന ആ ആളുകൾ അഞ്ചാം പത്തിയാണത്രേ. ഞങ്ങളുടെ സംഘടന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, അവരെ പുറത്താക്കി ഇത് പിളർത്ത് അതിന് ഞങ്ങൾ സഹകരിക്കുന്നു. അങ്ങനെയാണോ സംഘടനകൾ ചെയ്യേണ്ടത്? പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒത്തുതീർപ്പോടെ മുന്നോട്ട് പോകാൻ ഉപദേശിക്കേണ്ടതിന് പകരം ISM-നെയും MSM-നെയും കേരളത്തിൽ അറിയപ്പെട്ട പ്രബോധകന്മാരെയും പണ്ഡിതന്മാരെയും എഴുത്തുകാരെയും മുഴുവനും വെട്ടിമുറിച്ച് കേരളത്തിൽ കഴിഞ്ഞ 12 കൊല്ലം ദൈവത്തിന്റെ മുൻനിരക്കാരായി നിന്ന സാൽവേഷൻ നമുക്ക് മറക്കാൻ പറ്റുമോ? ISM-നെ വെട്ടിമുറിക്കാനാ പറയുന്നത്. സാൽവേഷൻ നടത്തിയ, ക്യാമ്പയിൻ നടത്തിയ ആ മഹാ നേതാക്കന്മാരെ ഒഴിവാക്കാനാണ് പറയുന്നത്. എന്നിട്ട് എന്തെങ്കിലും ആരെയും പറഞ്ഞോ? അതിനെ അപശബ്ദം എന്ന് ആരെങ്കിലും വിളിച്ചോ? ഐക്യത്തിനെതിരായി സംസാരിച്ച് മോശമായി പോയി MES-ന്റെ നേതാവ് എന്നാരെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം അത് പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് സംഘടിപ്പിക്കപ്പെട്ടിടത്ത് അതിൽ പ്രയാസം ഉണ്ടാവില്ല. ഐക്യം തകർക്കണമെന്ന് തീരുമാനിച്ചിടത്ത് എങ്ങനെ അവർക്കതിൽ പ്രയാസം ഉണ്ടാവും? ആരും അത് തിരുത്തിയില്ല. അത് തിരുത്താൻ പോലും ഹുസൈൻ സലഫി തയ്യാറായി, ധീരമായ ആദർശത്തിന്റെ കാൽ വെച്ചു. അല്ലേ? അതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. എന്താ പൊറുക്കാത്തത്? അവര് പറഞ്ഞു പഠിപ്പിച്ച ഇതിലൊക്കെ സംഭവിച്ചെന്നല്ല, ഡോക്ടറോടൊക്കെ നമുക്ക് പറയാനുള്ള ഇതാണ്. കുറച്ചൊക്കെ പഠിക്കുകയും ഇരിക്കുന്ന സ്ഥാനത്തെ ഓർക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും നല്ലതാണ്. താൻ ഇരിക്കുന്ന സ്ഥാനം, ആ സ്ഥാനത്തിന്റെ വലുപ്പം അത് ഓർക്കാം. ഇവിടെ എല്ലാവരും ജീവിച്ചിരുമുണ്ടല്ലോ, ചോദിക്കാമല്ലോ, എന്താണ് ജാഹിലിയത്ത്? അറിയില്ല. അഞ്ജനം എന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിട്ട്. ജാഹിലിയത്തും അറിയില്ല, ഇസ്ലാമും അറിയില്ല. ജാഹിലിയത്തും അറിയില്ല, ഇസ്ലാമും അറിയില്ല. നാം പഠിക്കാൻ തയ്യാറായിക്കൂടെ? ഈ വിഭാഗം ഇവിടെ ചർച്ച ഉണ്ട്. ഒരുപാട് കൊല്ലം ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലാ, വലിയ മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ള ആളാണ്. ഏത് മുജാഹിദ്? അമാനുവിൽ നയിച്ച ഒരു മുജാഹിദ് പ്രസ്ഥാനത്തെ അറിയാത്തവരുണ്ട് ആരെങ്കിലും? KM മൗലവി നയിച്ച ആ KM മൗലവിയും അമാനുവിലും ഒക്കെ പഠിപ്പിച്ച വിശ്വസിന്റെ പേരില ഞങ്ങൾ ജാഹിലായത്. ഞങ്ങൾ ഇബിലീസ് എന്ന് വിളിക്കാൻ പറഞ്ഞത്, ജിന്നി എന്ന് വിളിക്കാൻ പറഞ്ഞത്. വേറെ എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്ത്? ന്യായമായി ഇന്ന് വരെ പ്രമാണത്തിനെതിരായി ഞങ്ങൾ അവതരിപ്പിച്ചൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അബദ്ധങ്ങൾ വരും. തിരുത്തിയിട്ടുണ്ടല്ലോ. ആരാ ഈ വിവാദവും കാര്യമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്? ഞാൻ നിങ്ങൾക്ക് KNM-ന്റെ ഒരു പ്രസിദ്ധീകരണം വായിച്ചു തരാം. ഇത് KNM പബ്ലിഷിംഗ് വിങ്, മുജാഹിദ് സെന്റർ, കോഴിക്കോട് 2, ജിന്നും ഷെയ്ത്താനും, മുഹമ്മദ് അമാന്യ മൗലവി. ഇതെന്തിനാണെന്നറിയോ ഇത് വായിക്കണത്? ഇതൊരു ജബ്ബാർ മൗലവിയോ, ഞാൻ നേരത്തെ ജബ്ബാർ മൗലവിനെ പറ്റി പറഞ്ഞപ്പോ, അതായത് ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് ജബ്ബാർ മൗലവി ലേഖനം എഴുതിയെന്ന ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് തിരിച്ച് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഏത്? ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് ജബ്ബാർ മൗലവി ലേഖനം എഴുതി എന്നാണ് പ്രൊഫസർ അബ്ദുൽ സാഹിബ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി എഴുതി എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം നിങ്ങൾ ഇങ്ങനെ തിരുത്തി മനസ്സിലാക്കണം. ജിന്നും ഷെയ്ത്താനും
ഈ വിവാദങ്ങളെല്ലാം സക്കരിയ സ്വലാഹിയോ ജബ്ബാർ മൗലവിയോ ഒക്കെയാണ് കൊണ്ടുവന്നത് എന്ന പരാമർശം. ഈ വിവാദത്തിന്റെ തുടക്കക്കാരൻ സക്കരിയ സ്വലാഹിയാണെന്നാണ് വിചിന്തനത്തിലെ ചീഫ് എഡിറ്റർ ലേഖനം എഴുതിയത്. അദ്ദേഹത്തോട് ഉൾപ്പെടെയുള്ള ആളുകളോട് വളരെ സ്നേഹത്തോടെ നിങ്ങൾ KNM പ്രസിദ്ധീകരിച്ച ജിന്നി ശൈത്താൻ എന്ന പുസ്തകം ഒന്ന് വായിക്കണം. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഭാഗം വായിച്ച് കേൾപ്പിച്ചു തരാം. നല്ലതാണ്, നമ്മുടെ വിവാദങ്ങൾ അവസാനിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ലതാണ്. കേട്ടോളൂ. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഇടക്കാലത്ത് ആദർശ വ്യതിയാനം കാരണത്താൽ പുറത്തുപോയവർ പലതരത്തിലുള്ള കുപ്രചരണങ്ങൾ പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചു നോക്കിയെങ്കിലും അതൊന്നും ഫലിക്കാതെ അവർ നിരാശരാവുകയായിരുന്നു. ജിന്ന് പിശാചി വിഷയങ്ങളുടെ പേരിൽ ദുഷ്ടപ്രചരണം നടത്താനുള്ള ശ്രമം ഒന്നിലധികം തവണ നടത്തിയെങ്കിലും അതിൽ നിരാശരാവേണ്ടി വന്ന വിഘടിതർ പെരിന്തൽമണ്ണയിലെ ഒരു CD പ്രസാധകരുടെ അവർ പിൻവലിച്ച ഒരു CD-യിലെ ചില പരാമർശങ്ങളും ഒരു ഡോക്ടറുടെ പ്രഭാഷണത്തിലെ ചില ഭാഗങ്ങളും അടർത്തിയെടുത്തുകൊണ്ട് അതാണ് KNM-ന്റെ വാദം എന്ന് വരിച്ചു തീർക്കാനുള്ള ഹീനമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. തന്നെയുമല്ല, പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്നുമാണ് KNM-കാരുടെ വാദം. ഇത് ശിർക്കാണല്ലോ എന്നുമാണ് വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തു കൊണ്ടുവന്ന് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണം ഇവർ ഉന്നയിച്ചു കൊണ്ടിരുന്നത് കണ്ടോ. ഇന്ന് KNM ലീഡർമാർ സമ്മേളനത്തിൽ നമുക്കെതിരെ പ്രഖ്യാപിച്ച വമ്പിച്ച പണ്ഡിതന്മാർ, ലോകത്ത് തന്നെ അറിയപ്പെട്ട മലയാളികൾക്ക് മുഴുവനും അറിയാവുന്ന പണ്ഡിതന്മാർ സമാപന സമ്മേളനത്തിൽ നമ്മെ ബത്സിച്ചു. കാര്യങ്ങൾ പഠിക്കാതെ അറിയാതെ. നമുക്ക് സങ്കടമുണ്ടതില്. ഇത് ഈ പറഞ്ഞതൊക്കെ ഞാൻ ആ ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നുമാണ് KNM-കാരുടെ വാദമെന്ന് കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണം ഉന്നയിച്ചു. കണ്ടോ, ഇപ്പൊ ആരാ ദുരാരോപണത്തിന്? മടവൂരികൾക്കെതിരെ KNM പ്രസിദ്ധീകരിച്ച ബുക്കാ കൂട്ടരെ ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് ഹൃദയം തുറക്കുന്നത് നല്ലതാ. ദുനിയാവിൽ അവസാനിക്കുന്ന ജീവിതം ആരും കരുതി പോണ്ട. ഇത് KNM പ്രസിദ്ധീകരിക്കുന്നില്ല. KNM കുഴിച്ചു മൂടിയ അന്ധവിശ്വാസങ്ങൾ കൊണ്ടുവരുന്നു എന്ന് KNM-ന് നേരെ മടവൂരികൾ ദുരാരോപണം ഉന്നയിക്കുന്നു. അപ്പൊ മടവൂരികളുടെ വാദ ഇത്. അതാണ് ഫസൽ ഗഫൂർ ഉന്നയിച്ച് നമ്മളെ മേലെ തലവെച്ച് കെട്ടി. ഇപ്പൊ KNM-മാരോ മടവൂരികളുടെ കൂടെ ചേർന്ന് പറയാണ് നമ്മളത് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യും? നിങ്ങൾ ആലോചിക്ക്. നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണല്ലോ. തുടർന്ന് ഈ വിഷയത്തിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീന് പുതിയൊരു അഭിപ്രായവും ഇല്ലെന്നും അടിസ്ഥാനപരമായി മനസ്സിലായിക്കോളെ. ഞങ്ങൾ എന്താ പറയുന്നത്? മർഹൂം KM മൗലവിയുടെ നിർദ്ദേശപ്രകാരം മർഹൂം PK മൂസ മൗലവി, A അലവി മൗലവി, മുഹമ്മദ് അമാന് മൗലവി എന്നിവർ തയ്യാറാക്കിയതും കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചതുമായ ഖുർആൻ വിവരണത്തിന് മുമ്പേ പ്രസിദ്ധീകരിച്ച ജിന്നും ശൈത്താനും എന്ന വിഖ്യാത കുറിപ്പിലൂടെ കേരള മുസ്ലിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതുമല്ലാത്ത പുതിയൊരു വാദവും ഈ വിഷയത്തിൽ KNM-നില്ലെന്നും വ്യക്തമാക്കുന്നതോടൊപ്പം ഖുർആൻ വിവരണം ശ്രദ്ധിച്ചു വായിച്ചിട്ടില്ലാത്തവർക്ക് കൂടി ഈ വിഷയത്തിലുള്ള KNM-ന്റെ ആശയവും നിലപാടും മനസ്സിലാക്കാൻ ഈ ക്രിയ ഉപകരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കണ്ടോ, മടവൂരികൾക്കെതിരെ പറഞ്ഞ കാര്യം സമ്മേളന നഗരിയിൽ ഇപ്പം നമുക്കെതിരെ പറയുന്നു. ഇതാണ് നമ്മുടെ വിഷയം. ഇത് സമ്മേളനത്തിന് കണ്ടകനല്ല. KNM പ്രസിദ്ധീകരണത്തെ KNM ഇപ്പോൾ എതിർക്കുന്നു. അതാണ് ഞങ്ങളുടെ വിഷയം. മടവൂരികളെ എതിർത്ത് പറഞ്ഞ കാര്യം
KNM ഇല്ല എന്ന് പറഞ്ഞ കാര്യം KNM ഇപ്പോൾ ഉണ്ട് എന്നൊരു വിഭാഗം മടവൂരികളുടെ ഇഷ്ടപ്രകാരം പറയുന്നു. അതാണ് നമ്മുടെ വിഷയം. ഇത് നിങ്ങൾ കാതലായി തിരിച്ചറിയേണ്ടതുണ്ട്, കാതലായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇനിയോ സെൽഫി അതിന് നൽകുന്ന മറുപടിയോട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എരിയിൽ എണ്ണയൊഴിക്കാൻ വേണ്ടി മിത്രങ്ങളുടെ വേഷത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നവരെ നാം കാണാതിരുന്നുകൂടാ. കരുതിയിരിക്കണം നമ്മൾ അവരെ കുറിച്ച്. നമുക്കിടയിലെ ഭിന്നതകളെ അവരെ ആളിക്കത്തിക്കുകയാണ്. നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മാന്യദേഹം നമുക്കിടയിലെ ഭിന്നത മുതലെടുത്തുകൊണ്ട് ഇബിലീസുകളെന്നും ജാഹിലുകളെന്നും ശൈത്താന്മാരെന്നും എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിക്കാം, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹനം നൽകിയ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. നമുക്കവരോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മേഖലകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മതം അത് പഠിച്ചിട്ടുള്ള പ്രമാണങ്ങളെ അറിയുന്ന പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മതം പഠിച്ചവർ പറയട്ടെ, ഡോക്ടർമാർ അവരുടെ ഡ്യൂട്ടി നിർവഹിക്കട്ടെ. ആ നിലക്ക് ഓരോരുത്തരും അവരവരുടേതായ മേഖലകളിൽ അവരുടേതായ വ്യക്തിമുദ്രകൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകലായിരിക്കും അത്തരം വ്യക്തികൾക്കും എല്ലാവർക്കും നല്ലത് എന്നതാണ് മിതമായ നിലക്ക് ഒരു മുസ്ലിമിന്, മുവഹിദിന്, മുജാഹിദിന് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശബ്ദം ഭിന്നിച്ചുകൂടാ, ശിർക്കിനെതിരെയുള്ള പോരാട്ടം നിന്നുകൂടാ, വിദ്അത്തുകൾക്കെതിരെയുള്ള സ്വരം ഒരിക്കലും തണുത്തുറഞ്ഞു പോയിക്കൂടാ. എന്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും, ആരുടെ വാക്കുകളിൽ വന്ന അമിതാവേശത്താൽ ജനങ്ങളെ കണ്ടപ്പോൾ അഹന്ത തോന്നിക്കുന്ന വർത്തമാനങ്ങൾ പ്രസംഗിച്ചവരുണ്ടെങ്കിൽ അവരും തിരുത്തട്ടെ, മുഴുവൻ ആളുകളും തിരുത്തട്ടെ. നമ്മുടെ നേതാക്കളെ കുറിച്ച് വല്ലതും പറഞ്ഞു പോയെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കട്ടെ. അങ്ങനെ പരസ്പരം അറിഞ്ഞും ഇണങ്ങിയും പൊറുത്തും കൊണ്ടും കൊടുത്തും നമ്മളൊന്നാണ്. ഒരു ശത്രുവിനെയും ഇതിനിടയിലേക്ക് കടന്നു വരാൻ സമ്മതിക്കില്ലെന്ന ദൃഢമായ ബോധത്തോടെ നമ്മൾ ശക്തമായി ഏത് രൂപത്തിൽ ഈ ശിർക്കിന്റെ കോട്ടകൊത്തളങ്ങൾക്കെതിരിൽ ഇതുവരെ ആഞ്ഞടിച്ചുവോ ആ ആഞ്ഞടി തന്നെ തുടർന്നുകൊണ്ട് സ്നേഹമുണ്ടാക്കണേ, ബഹുമാനമുണ്ടാക്കണേ, ആദരവുണ്ടാക്കണേ എന്ന് മാത്രം വിനയത്തോടെ ഇവിടെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട മുജാഹിദുകളോട് വീറുന്ന മനസ്സോടുകൂടെയാണ് ഇവിടെ നേതാക്കളും മുജാഹിദുകളും ഇരിക്കുന്നത് എന്നറിയാത്തവനല്ല ഞാൻ. സന്തോഷിക്കുന്നവരൊറ്റ മുജാഹിദുമില്ല. ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നതിൽ മനോവിഷമത്തോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ അല്ലാഹു മഅന, അല്ലാഹുണ്ട് നമ്മുടെ കൂടെ. ഒരു ശക്തിക്കും നമ്മെ ഭിന്നിപ്പിക്കാൻ സാധ്യമാകാത്ത നിലക്ക് നാം ഒന്നിക്കണം. അതിനേത് വിട്ടുവീഴ്ചയുടെ അറ്റം വരെ പോകേണ്ടി വന്നാലും പടച്ച റബ്ബിന്റെ സഹായം നമുക്കുണ്ടാകും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിതു അഖ്ദാമക്കും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. ആ മുഖവിലക്കെടുത്ത് ആ വചനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് മുജാഹിദുകളെ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ ആദർശത്തിന്റെ പ്രഖ്യാപനത്തിൽ നമ്മുടെ ശബ്ദങ്ങൾ ഭിന്നിക്കാതെ ഒറ്റക്കെട്ടായിക്കൊണ്ട് തൗഹീദ് അചഞ്ചലമാണ് എന്ന് പറയുന്ന കുബൂരികളെ, നിങ്ങളുടെ കൈകളിൽ തൗഹീദ് ഭദ്രമല്ല, നിങ്ങളുടെ കൈകളിലുള്ളത് ശിർക്കാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദഅത്തുകളും ശിർക്കിന്റെ പ്രവണതകളും നിങ്ങൾക്ക് അചഞ്ചലമായി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ. പക്ഷേ മുജാഹിദുകളെ, തൗഹീദ് വളരെ ഭദ്രമാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ ഉറക്കെ പറയാനുള്ള ആർജവവും ഈമാനികമായ താല്പര്യവും വിട്ടുവീഴ്ചയും നമുക്കിടയിൽ ഉണ്ടായിക്കൊണ്ട് നാം മുന്നേറണം എന്നുണ്ട്. സഹോദരങ്ങളെ, കണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസൈൻ സലഫിക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ, എത്ര ആയിരക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ഉണ്ടായതെന്നറിയോ? ഈ പ്രസംഗം അങ്ങോട്ട് കേട്ടു. ഹുസൈൻ സലഫിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോ പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഹമ്മദ് അൻസ് മൗലവിയാണ്. ജനങ്ങൾക്കറിയാം, ഭിന്നിപ്പിന്റെ സ്വരമായിരിക്കും അവിടുന്ന് കേൾക്കുക, ഭിന്നിക്കാനായിരിക്കും അയാൾ എഴുന്നേൽക്കുക. അതുകൊണ്ട് എന്തുണ്ടായി ചോദിച്ചു നോക്കൂ അവിടെ പോയവരോട്. 80% ആളുകൾ ഹുസൈൻ സലഫിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. അതിന്റെ തൊട്ടുമുമ്പ് ഹുസൈൻ സലഫിന്റെ തൊട്ടുമുമ്പ് പ്രസംഗിച്ച കായക്കൊടി പറഞ്ഞെന്നറിയോ? ഈ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾ ശിർക്കിലേക്ക് പോയ നിങ്ങൾക്ക് മറുപടിയാണ് ആയിരുന്നില്ല. ഹുസൈൻ സലഫിന്റെ ഫസ്റ്റ് പ്രസംഗം കേട്ട് എഴുന്നേറ്റ് വന്നോലായിരുന്നു. പിന്നെ ചാടിക്കാരിങ്ങൾ പ്രസംഗിച്ചപ്പോ സഹിച്ചിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്? ഹുസൈൻ സലഫി പ്രസംഗം ജനങ്ങൾ എഴുന്നേറ്റ് പോയി. ജനങ്ങൾ എപ്പോഴും ഹക്കിന്റെ കൂടെയാണ്, ഹക്ക് പറയുന്നവരുടെ കൂടെയാണ്. അതാണ് അതിന്റെ തെളിവ്. അത് എഴുന്നേറ്റ് പോയപ്പോ വമ്പിച്ചേ അതൊക്കെ നിങ്ങൾക്ക് കാണാം. എഴുന്നേറ്റ ആളുകൾ പോയി. എന്നിട്ട് എന്തുണ്ടായി? ആ പാവപ്പെട്ട ജനങ്ങളെ തടുത്ത് നിർത്തി. അതിന്റെ പേരിൽ തല്ലുണ്ടാക്കി.
അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ച് അവസാനിക്കുന്നത് വരെ നിൽക്കാതെ വിടൂല നിങ്ങളെ. ഏത് ദീനായത്? ഏത് മതായത്? ആരായി നിർദ്ദേശം നൽകിയത്? ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. എന്നിട്ടോ ഈ ആഹ്വാനം കേട്ടാൽ ഐക്യത്തിന് തുരങ്കം വെക്കുന്ന ഒന്നും ഇവിടെ ഉണ്ടാക്കരുത്. വിട്ടുവീഴ്ചയുടെ ഏത് അറ്റം വരെ പോകാമോ അത് ചെയ്യണമെന്ന് പറഞ്ഞ ഹുസൈൻ സലഫിന്റെ പ്രസംഗം കേട്ടാൽ കൈകൊടുക്കല്ലേ വേണ്ടത്? പ്രശംസിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കല്ലേ വേണ്ടത്? പക്ഷേ ടിപിക്ക് കോപം എരച്ചു കയറി. ഭിന്നിപ്പിന് എല്ലാം നേതൃത്വം കൊടുക്കുന്ന മാന്യദേഹത്തിന് സഹിക്കാനായില്ല. ഈ പ്രഖ്യാപനം ഞങ്ങളെടുത്ത തീരുമാനത്തിനെതിരാകുകയും മുജാഹിദ് കേരളം അവർക്കെതിരെതിരുകയും ചെയ്യുമെന്നറിയാവുന്നത് കൊണ്ട് ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ ആ കാര്യങ്ങളെ നോക്കിക്കണ്ടു. എന്നിട്ട് അദ്ദേഹം ഹുസൈൻ സലഫിയെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ചു. സലഫി ഇരിക്കുന്ന സ്റ്റേജിൽ തന്നെ. ആ ഭാഗമാണ് നിങ്ങൾ ഇനി കേൾക്കുന്നത്. ആ തീരുമാനത്തിൽ നിന്ന് പുറത്തു പോയവരെ അവരെയാണ് ശാസിക്കേണ്ടത്. അവരോട് ഈ തീരുമാനത്തിലേക്ക് വരാനാണ് പറയേണ്ടത്. ശിർക്കെന്ന് പറയുന്നവരും ശിർക്കല്ലെന്ന് പറയുന്നവരും ഒന്നിച്ചൊരൈക്യവും ഒന്നിച്ചൊരു സ്നേഹവും വേണ്ട. അത് വേണ്ട. ആദർശത്തിന്റെ പേരിലാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ആദർശത്തിനു വേണ്ടി മാതാപിതാക്കളിൽ നിന്ന് അകന്നവർ, മക്കളിൽ നിന്ന് അകന്നവർ, കുടുംബത്തിൽ നിന്ന് അകന്നവർ, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടപ്പോൾ അതെല്ലാം തന്നെ നേരിട്ടിട്ടുള്ള ആദർശത്തിന്റെ കൂട്ടായ്മയാണ് ഈ മഹാസമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. ഐക്യം വേണ്ട, സ്നേഹം വേണ്ട എന്നോ അതാർക്കുള്ള മറുപടിയാണ്? മാത്രമല്ല അവരെയാണ് ശാസിക്കേണ്ടത്. ഹുസൈൻ സലഫി ശാസിച്ചതാ? ഹുസൈൻ സലഫിയുടെ അഭിപ്രായം മനസ്സിൽ തട്ടി ഇരുവിഭാഗത്തിന്റെ കൂടെ ചേരാതെ കൃത്യമായി പറഞ്ഞു. അപ്പൊ തന്നെ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളതിനല്ല ഇവിടെ കൂടിയത്, ഇത് പിളർക്കാനാണ്, ഐക്യം തകർക്കാനാണ്, ഒന്നിച്ചു പോകാനല്ല, സ്നേഹം തകർക്കാനാണ്. അവരുമായി സ്നേഹം വേണ്ട. അതവിടെ പ്രകടിപ്പിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതോടൊപ്പം ഒരു കാര്യം ചേർച്ചു വായിക്കേണ്ടതുണ്ട്. അതെന്താ? ഹുസൈൻ മടവൂര് വന്നു, മുഹമ്മദ് കുട്ടശ്ശേരി വന്നു, ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയി ഗസ്റ്റ് ഹൗസിൽ ഇരുത്തി. ഇത് ഭിന്നിപ്പിക്കണമെന്ന് പറയുന്നവർക്ക് ചായ കൊടുത്തു, ചോറ് കൊടുത്തു, അവരെ സ്നേഹിച്ചു. എന്നിട്ടോ മടവൂർ വിഭാഗവുമായി ലയിക്കണമെന്ന് വരെ പരസ്യമായി അവിടെ പ്രസംഗിച്ചു. എന്നിട്ട് ISM-നെയും MSM-നെയും ഒക്കെ പിരിച്ചുവിട്ട് ചീഞ്ഞോടം മുറിക്കണമെന്ന് വരെ അവിടെ പ്രഖ്യാപനമുണ്ടായി. ആരും വിഷമിച്ചില്ല, ആരും ദുഃഖിച്ചില്ല. നോക്കേ, മടവൂരികളുമായി നമ്മൾ പെടുന്നത് എന്തിനാ? ഞാൻ വായിച്ചല്ലോ. ആശയ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് മടവൂരികളെ പറ്റി കേന്ദ്രമറിക്കല്ലോ. അന്നും അബ്ദുറഹ്മാൻ സലഫിയായിരുന്നു അവരെ മൂലക്കിരുത്തുന്നതിൽ മുമ്പിലുണ്ടായിരുന്നു. ഇപ്പോഴോ അവരുമായി ഐക്യപ്പെടണം. നമുക്കൊരു ചോദ്യം, ആദർശത്തിന്റെ പേരിലാണ് ബാപ്പയും മകനും തെറ്റിയത് എന്നല്ലേ? ആദർശത്തിന്റെ പേരിലാണ് ജ്യേഷ്ഠനും അനുജനും തെറ്റിയത് എന്നല്ലേ? ആദർശത്തിന്റെ പേരിലാണ് സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റിയത് എന്നല്ലേ സലഫി? മടവൂരികൾക്ക് ഇപ്പോൾ വ്യതിയാനമുണ്ടായത് മുഴുവനും തിരുത്തി അവർ പശ്ചാത്തപിച്ചുവോ എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കിതിൽ വിഷമമുണ്ട്. വസ്തുതകൾ മനസ്സിലാക്കാത്ത ഇടപെടലുകളിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. തുടർന്ന് നിങ്ങൾ വീണ്ടും കേൾക്കുക അദ്ദേഹത്തിന്റെ പരാമർശം. എനിക്ക് എന്റെ സ്നേഹിതൻ ഹുസൈൻ സലഫിയോട് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കാതെ ആരൊക്കെയോ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് ഉത്തരവാദപ്പെട്ട ആളുകളോട് കാര്യങ്ങൾ ആലോചിക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട വേദികളിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. സഹോദരങ്ങളെ കേട്ടോ, വലിയൊരു അപരാധം ഹുസൈൻ സലഫി ചെയ്തു എന്നാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? ഹുസൈൻ സലഫിയുടെ സംസാരത്തിൽ നിരുത്തരവാദപരമായ എന്തെങ്കിലും ഉണ്ടായി? ഉത്തരവാദിത്തപ്പെട്ടവരുമായി കൂടിയാലോചിക്കാതെ, അത് ആരാ പറയണേ?
ഒരു കൂടിയാലോചന ഇല്ലാതെ സെൽഫി പ്രസംഗിച്ചപ്പോൾ ഉടനെ മറുപടി കൊടുത്ത ആള്. മനസ്സിലാക്കണം, KJUവിന്റെ പ്രസിഡന്റ് അവിടെയുണ്ട്, സെക്രട്ടറി എവിടെയുണ്ട്, TP എവിടെയുണ്ട്, AP എവിടെയുണ്ട്, MM മദനി എവിടെയുണ്ട്, പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ട്, അതുപോലെ പലരുമുണ്ട്. അവരൊന്നുമില്ലാതെ ഇയാൾ തന്നെ എഴുന്നേറ്റുന്ന എന്തുകൊണ്ട്? ഇയാൾ ആരുമായ കൂടിയാലോചിക്കല് ഇല്ല. കൂടിയാലോചിച്ചിട്ട് അവിടെ ചാടി എണീറ്റത് അല്ല. അത് അയാൾ എന്നെ പറയുന്നുണ്ട്. ഞാനിവിടെ നിൽക്കണമെന്ന് വിചാരിച്ചതല്ലായിരുന്നു, എന്റെ ഊയം ഇതല്ലായിരുന്നു എന്നൊക്കെ അയാൾ തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ. ഇത് ഞാൻ ഇവിടെ വെച്ച് പറയേണ്ടതല്ലായിരുന്നു, ഞാൻ പറയാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു, ഇന്നിവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് നിൽക്കേണ്ടി വന്നതാണ്, പറയേണ്ടി വന്നതാണ്. ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് തൗഹീദിന് വേണ്ടിയാണ്. അഴകുഴമ്പൻ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അഴകുഴമ്പൻ തൗഹീദുമായി നടക്കുന്നവർക്ക് അതുമായി നടക്കാം, അവർക്ക് അവരുടെ വേദികൾ നോക്കാം, അവർക്ക് അവരുടെ മാർഗം നോക്കാം. ഈ പ്രസ്ഥാനത്തിന്റെ വേദി അതിനുള്ളതല്ല എന്നാണ് എനിക്ക് പറയാൻ. കണ്ടോ, ഹുസൈൻ സലഫിയോട് ഇനി KNMന്റെ വേദി കയറരുത് എന്നാ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലായോ? അഴകുഴമ്പൻ തൗഹീദ് പറയൂ. കേരളത്തിലെ മലയാളികളെ, ഇതര മുസ്ലിം സംഘാടകരെ, ഹുസൈൻ സലഫിയെ പോലെ തൗഹീദ് പ്രബോധനം ചെയ്ത ഒരാളാണോ ഈ പറഞ്ഞത്? ആണോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഹുസൈൻ സലഫിയുടെ പ്രസംഗത്തിലൂടെ ഹിദായത്ത് കിട്ടിയ ലക്ഷക്കണക്കിന് മലയാളികൾ ഈ കേരള മണ്ണിലുണ്ട്. അദ്ദേഹം അഴകുഴമ്പൻ തൗഹീദ് പറഞ്ഞു. ഈ വേദി ഇനി നിങ്ങളെ പോലെയുള്ളവർക്ക് ഉപയോഗിക്കാനല്ല, നിങ്ങൾക്ക് വേറെ വേദി ഉണ്ടാക്കാം. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഇതിനെ പിളർത്തേ ഞാൻ അടങ്ങൂ എന്ന പ്രഖ്യാപനം മാത്രമല്ല, എന്റെ ഓർമ്മയിൽ തന്നെ 20 കൊല്ലത്തിലെ എനിക്ക് സലഫിനെ പരിചയം. ഹുസൈൻ സലഫിനെ ഞാൻ കടവത്തൂർ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ അധ്യാപകനാണ് ഹുസൈൻ സലഫി. ഞാൻ അവിടെ വരുന്ന കാലത്ത് അന്ന് പേരോടിന് മറുപടി ഖണ്ഡന മണ്ഡനം നടക്കുകയാണ് കല്ലികണ്ടിയിലും കടവത്തൂരും. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം ഒരു മോശമായ പ്രസംഗം നടത്തിയോ കേരളക്കരയിൽ? അതെങ്കിലും ഓർക്കണ്ടേ, മാന്യതയോടുകൂടെ ഓർക്കണ്ടേ? സ്റ്റേജിൽ വെച്ച് ലക്ഷക്കണക്കിന് ആളുള്ളിടത്ത് ഹുസൈൻ സലഫിക്ക് എന്തോ അപരാധം പറ്റി എന്ന് ചൂണ്ടിക്കാണിച്ച് പേര് പറഞ്ഞ് നിങ്ങളാണോ ലോകത്തെ സഹിഷ്ണുതയും സംസ്കാരവും പഠിപ്പിക്കുന്നത്? ഹുസൈൻ സലഫിയുടെ സേവനം മുജാഹിദുകൾക്ക് മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഹുസൈൻ സലഫി ചെയ്ത തെറ്റെന്താ? നല്ല പ്രസംഗമാണ്, എല്ലാവർക്കും കൃത്യമാണ്, എല്ലാവർക്കും കൃത്യമായി പഠിപ്പിച്ചു. ആരെ ഹുസൈൻ സലഫി? ചങ്ങരംകുളം സമ്മേളനത്തിലെ സമാപന പ്രസംഗം കേട്ട് അവര് പിരിഞ്ഞു പോകുമ്പോ മനസ്സ് കുളിർത്തുകൊണ്ടാ പിരിഞ്ഞു പോയത്. ചാനലുകൾ കട്ട് ചെയ്തവർ, സംഗീതം ഉപേക്ഷിച്ചവർ, ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടായത് കൂട്ടിച്ചേർത്തവർ, ജീവിതത്തിൽ തിന്മ ചെയ്തവർ, ഉപേക്ഷിച്ചവർ. എന്തിന്? രണ്ടത്താണിയിലെ MSMന്റെ സമ്മേളനത്തിലെ സമാപന പ്രസംഗം മുജാഹിദുകളുടെ കണ്ണ് നിറച്ചോ? അവരുടെ ഹൃദയത്തിൽ ആന്തോളനങ്ങൾ ഉണ്ടാക്കി. അന്ന് രാത്രി തന്നെ ചാനൽ കട്ട് ചെയ്തവർ, മീശ വെട്ടി ഒതുക്കിയവർ, താടി നീട്ടാൻ തുടങ്ങിയവർ, മൊബൈലിൽ നിന്ന് സംഗീതം ഉപേക്ഷിച്ചവർ. അങ്ങനെയാണോ ഈ സമ്മേളനത്തിന്റെ സമാപനം? പരസ്പരം വെറുത്തും വെറുപ്പിച്ചും തമ്മിലടിക്കാൻ പ്രഖ്യാപിച്ചും ഇനിയൊരു പുതിയ ISM-ഉം MSM-ഉം ഉണ്ടാകട്ടെ, അത് ഏറ്റെടുക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോന്ന് ഒരു വലിയ പണ്ഡിതനെ കൊണ്ട് ചോദിപ്പിച്ചില്ലേ? സഹോദരങ്ങളെ, വസ്തുതകൾ തിരിച്ചറിയണം. ആരുടെയും കൂടെ കൂടികളാകരുത്. നമ്മുടെ യാഥാർത്ഥ്യ ബോധമുള്ളവരാകണം. തീർന്നില്ല. അതിനുശേഷം പിറ്റേന്ന് സമാപനത്തിൽ അബ്ദുൽ മജീദ് സ്വലാഹി വ്യംഗ്യമായി ഹുസൈൻ സലഫിയെ കുത്തി. സലാമോങ്ങം തസ്കിയത്തിന്റെ കാവലാളാ. എന്തൊക്കെ അദ്ദേഹം പറഞ്ഞെന്നറിയോ? തസ്കിയത്തിന്റെ കാവലാളാ കേരളത്തില്. ജനങ്ങളുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ പറ്റി വാചാലമായി പ്രസംഗിക്കുന്ന ആളാ. പക്ഷേ ഹുസൈൻ സലഫിയോടുള്ള ദേഷ്യം എല്ലാവർക്കും അറിയാം. UAE എല്ലാവർക്കും അറിയാം. പരസ്പരം മിണ്ടാൻ പോലും അദ്ദേഹം സന്നദ്ധമല്ല. അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് ആ ബാക്കിയുള്ള മതം പഠിപ്പിക്കണേ, ഇഖ്ലാസ് പഠിപ്പിക്കണേ, തഖ്വ പഠിപ്പിക്കണേ, തസ്കിയ സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കണം എന്ന് നമ്മൾ ഇവിടുന്ന് പറയുന്നു. സഹോദരങ്ങളെ, അദ്ദേഹം വിമർശിച്ചു. തീർന്നില്ല, ഓരോരുത്തരും കുത്തി വേണ്ട പോലെ. എന്തിന്? മുജാഹിദുകളെ, നമ്മുടെ വിഷയത്തിൽ ഇനിയും ഐക്യത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടില്ല.
നമ്മൾ ഒന്നാകണമെന്ന് എന്റെ പൊന്നു നേതാക്കളെ എന്ന് വിളിച്ചു പറഞ്ഞൊരു മനുഷ്യരെ കേരള ജനത ഇത് മറക്കരുത്. ഇവരെ നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സക്കറിയ സുലായിയോ, അതുപോലെ മുജാഹിദ് ബാലുശ്ശേരിയോ, ISMന്റെ ആളുകളോ, CP സലീമോ, അതുപോലെ അഷ്റഫ് ഖായോ ഒന്നുമല്ല ഇവരുടെ പ്രശ്നം. ഇവർക്കെതിരാകുന്ന ഏതൊരു ശബ്ദവും സൂറത്ത് മുനാഫിഖൂനിൽ പറഞ്ഞ പോലെ ഇവർക്കെതിരാണെന്ന് ഇവർ കരുതി. ഇവരോടൊപ്പം നിൽക്കാത്ത ആരെയും ഇവർ വെട്ടിനിരത്തി. അതെത്ര മഹാനായിക്കോട്ടെ. എത്ര അബ്ദുൽ സുല്ലമി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചില ലേഖനങ്ങൾ, ചില ബുക്കുകളാക്കാൻ ശ്രമിച്ചപ്പോണ്ടായ ദുരനുഭവങ്ങളിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു. അദ്ദേഹത്തിന് ആരോഗ്യവും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ദീർഘമായി അത് പറഞ്ഞേനെ. നമ്മുടെ നേതൃത്വം പലപ്പോഴും വൈജ്ഞാനികമായ ഏത് സംഗതികളെയും നിരുത്സാഹപ്പെടുത്തി ഈയിടെയായി. സംശയം വേണ്ടാർക്കും. ഇത് വെറുതെ പറയല്ല, ഇതൊരു ആരോപണമല്ല, വസ്തുതയാണ്. അനുഭവിച്ചവർക്ക് മുഴുവനും അറിയാം. അതുകൊണ്ടാണല്ലോ നല്ല എഴുത്തുകാരും പണ്ഡിതന്മാരോടൊക്കെ വെറുപ്പല്ലേ. അത്യാവശ്യം നന്നായി ഹദീസും ആയത്തും സംഭവങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ പുറത്തല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്തേ കാരണം? ഹുസൈൻ സലഫിയെ പോലെയുള്ള ഒരാളെ രൂക്ഷമായി ഇത്രയും കാലം ഈ ആദർശ പ്രസ്ഥാനത്തിന് അദ്ദേഹം ചെയ്ത സേവനം മുഴുവനും ഇവർക്കെതിരെ എന്ന് ഇവർക്ക് തോന്നിയ പരാമർശമുണ്ടായപ്പോ കരുവേപ്പില പോലെ വലിച്ചെറിയുന്ന വാക്ക്. ഈ സ്റ്റേജിൽ വരണ്ട, നിങ്ങൾക്കൊക്കെ വേറെ സ്റ്റേജ് പോയി നോക്കാം. ഇതാവസ്ഥ. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. സമാപന സമ്മേളനത്തിൽ ചില പ്രമുഖന്മാർ അവരെ തൃപ്തിപ്പെടുത്താൻ പ്രസംഗിച്ചല്ലോ. ഒരൊറ്റ വാക്ക് ഇവർക്കെതിരെ ശബ്ദിച്ചു നോക്ക്, നിങ്ങൾക്കും കരുവേപ്പില പോലെ പുറത്തേക്ക് പോകാം. മനസ്സിലായോ? സെൽഫിക്ക് മാത്രല്ല, ഒരൊറ്റ വാക്ക് ഇവർ ചെയ്യുന്ന തോന്നിയാസത്തിൽ പറഞ്ഞു നോക്ക്, ചെവിക്ക് പിടിച്ച് പുറത്തിടും. ഒന്നും അവരാരും വിചാരിക്കൂല. ഒന്നും. അത് അനുഭവമാണെന്നോളല്ലേ, ഇന്നോളല്ലേ അനുഭവം. അതാണ്. അത് തിരിച്ചറിയാൻ ഗവേഷണ പഠനങ്ങളൊന്നും ആവശ്യമില്ല. സൈറ്റിലൊന്നും കയറണ്ട, ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയുക. ഇനിയോ, ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന TPക്കൊക്കെ എന്ത് സംഭവിച്ചു? ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഒരു തിന്മയെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മനസ്സ് മാറിപ്പോയിട്ടുണ്ട് ഇവരുടേത്. ഞങ്ങളുടെ അനുഭവമാണ്, ഒരുപാട് കാലത്തെ അനുഭവമാണ്. ഈ കഴിഞ്ഞ 1.5 വർഷം ആവർത്തിച്ച് പല തിന്മകളും ഞങ്ങൾ കണ്ടപ്പോഴും അത് തിന്മയാണ് നല്ലവർ മനസ്സിലാക്കുക. ഇങ്ങനെ ചെയ്താലേ സ്വർഗം കിട്ടുന്ന അവരുടെ വിശ്വാസം. ആ വിധത്തിൽ അവർ മാറിപ്പോയി. തിരിഞ്ഞെടുത്തേക്ക് അവരെ തിരിച്ചുവിട്ടുവോ? നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽപ്പെട്ട ചില പരാമർശങ്ങൾ നിങ്ങൾക്ക് ഇനി തുടർന്ന് കേൾക്കാം. ഇതിന്റെ ഒന്നാമത്തെ സംഗമം മുതൽക്ക് ഇവിടെ നടന്ന മുഴുവൻ സംഗമങ്ങളിലും പങ്കെടുത്തവർ പോലും ഇതിൽ ലയിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇവിടെ വിവിധ മതങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ സംസാരിച്ചു. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന്, മുസ്ലിംകളിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് എല്ലാം ഇവിടെ സംസാരിച്ചു. എന്തെങ്കിലും അപശബ്ദങ്ങൾ ഉണ്ടായോ? ഈ സ്റ്റേജിന്റെ മഹത്വം, ഈ കൂട്ടായ്മയുടെ മഹത്വം, ഇവിടെ സംസാരിക്കുന്ന വിഷയത്തിന്റെ മഹത്വം, ഈ ഒരു ജമാഅത്തിന്റെ മഹത്വം, അത് ഇവിടെ വന്ന ആളുകൾ അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അവർ വളരെ വിനയാന്വിതരായി സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഇന്നലെ ഒരു അപശബ്ദം കേട്ടു. എന്തായിരുന്നു അത്? ഈ മഹാവിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഒരു കരടായിരുന്നു അത്. ഒരു ഗൂഢമായ ആലോചനയുടെ ഫലമായിട്ടായിരുന്നു അത്. ഉള്ളിൽ നിശ്ചയിച്ച ഒരു പദ്ധതിയായിരുന്നു അത്. അതിന് പിന്നിൽ ആളുകളുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ സഹായമുള്ള ഈ തൗഹീദിന്റെ സംഗമത്തിന് ആരാണോ അപശബ്ദമുണ്ടാക്കിയത് അവരെ അല്പത്വത്തിലേക്ക് മടക്കാനല്ലാതെ മറ്റൊന്നിനും സാധിച്ചില്ല. കേട്ടല്ലോ സുഹൃത്തുക്കളെ, ഹുസൈൻ സലഫിയുടെ മാത്രമല്ല അയാളെ പരാമർശത്തിൽ പോലും വൈരുദ്ധ്യം. ഈ മുജാഹിദ് കൂട്ടായ്മയെ, അതായത് 3 ദിവസമായി ഒരപശബ്ദോടെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഫസൽ ഗഫൂറിൻ്റെതോ? അതൊരു അപശബ്ദമല്ല. കാരണം ഒരു ഇഷ്ടപ്പെട്ടതാണ്. ISMനെയും MSMനെയും മുജാഹിദുകളെയും സുന്നത്ത് അംഗീകരിക്കുന്നവരെയും
കെ മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അലവി മൗലവി, അതുപോലെ അമാന മൗലവി ഒക്കെ പ്രചരിപ്പിച്ച വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നവരെ തെറി പറയുന്നവർ, അതവർക്ക് പ്രശ്നമല്ല. അത് അപശബ്ദമല്ല, ശുഭശബ്ദമാണ്. അല്ലേ? അപശബ്ദമല്ല, ശുഭശബ്ദമാണ്. ഹുസൈൻ സലഫി ഐക്യത്തിന് ആഹ്വാനം ചെയ്തത് അപശബ്ദമാണ്, കരടാണ്. ഹുസൈൻ സലഫി ഒരു കരടാണ്. ഞങ്ങൾക്ക് വേദനയുണ്ട്, ഞങ്ങൾക്ക് വേദനയുണ്ട്, മുജാഹിദുകൾക്ക് വേദനയുണ്ട്. കാരണം ഹുസൈൻ സലഫിയെ പോലെയുള്ള പ്രബോധകർ ഈ പ്രസ്ഥാനത്തിൽ സൃഷ്ടിച്ച പരിവർത്തനം തൊട്ടറിയാത്തവരാ നിങ്ങൾ മനസ്സിലാക്കണം. ആ കൂടിയ ആയിരങ്ങളെ കണ്ട് വികാരം കൊണ്ടല്ലോ അവരൊക്കെ അവിടെ എത്തിയതിന്റെ പിന്നിൽ ഹുസൈൻ സലഫിയുടെ വലിയൊരു പങ്കുണ്ട്. ചോദിച്ചു നോക്ക്, പഠിച്ചു നോക്ക്, ആ വേദിയിൽ ഇരുന്ന് ഒന്ന് വിളിച്ചു ചോദിക്ക്. ഇവിടെ പങ്കെടുത്ത 10,000-ങ്ങളെ ആരുടെ പ്രബോധനത്തിലൂടെയാണ് നിങ്ങൾ മുജാഹിദായത്? ഇന്ന് നിങ്ങൾ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നവരുടെ പ്രബോധനത്തിലൂടെയാണ് അവർ മുജാഹിദായത്. നമുക്ക് വേദനയുണ്ട്, നമുക്ക് വേദനയുണ്ട്. 9 ഖണ്ഡന മണ്ഡലങ്ങളും നാദാപുരത്ത് കിടന്നു. ഇപ്പൊ അൽ ഫുർഖാൻ ജാമ്യ ഉണ്ടായല്ലോ, അതിനെ പോലും നിയന്ത്രിക്കാൻ ചില ആളുകൾ അവിടെ ചെന്നല്ലോ. അതിലേക്ക് ആ കാര്യത്തെ എത്തിച്ചതിൽ ഈ മഹാപണ്ഡിത കേസരിയുടെ നാവിന്റെ ബലമുണ്ട്. ബീദിനില്ലാഹി തആല. അറിയോ, ഹുസൈൻ സലഫി എന്ന് പറയുന്ന വേറെ ആരെ പോലെയും ഉണ്ടായിരുന്ന ഒരാളാണോ അദ്ദേഹം? ആണോ? അദ്ദേഹം എന്തൊക്കെ വിഷയങ്ങൾ അവതരിപ്പിച്ചു, എത്ര വിഷയങ്ങൾ അവതരിപ്പിച്ചു, അതുവരെ പരിഹസിച്ചു. ആയിരക്കണക്കിന് വിഷയം അവതരിപ്പിച്ചിട്ട് കാര്യമല്ല, നാവ് നീട്ടിയിട്ട് കാര്യമല്ല എന്ന് വരെ അദ്ദേഹത്തെ വിമർശിക്കുകയുണ്ടായി. വിശ്വാസി സമൂഹത്തിന് വേദനയുണ്ട്, മുജാഹിദുകൾക്ക് വേദനയുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ നിങ്ങളെ മറന്നു, നിങ്ങൾ ആ സമ്മേളനം മറന്നു. ലോകം മുഴുവനും ആ സമ്മേളനം കേൾക്കുന്നു. ഞാനൊരു സ്റ്റേറ്റ് പ്രസിഡന്റാണ്, ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്. ഹുസൈൻ സലഫിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകി, ഞങ്ങൾ വീണ്ടും വിചാരത്തിന് തയ്യാറാണ് എന്നായിരുന്നു നിങ്ങൾ പറയുക എന്നാണ് കേരള ജനത വീക്ഷിച്ചത്. അതുണ്ടായില്ല. വിഷമമുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നതിൽ. ഈ ആളുകളെയാണോ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ സമാധാന സദസ്സിനെയാണോ അതിനെ എന്തെങ്കിലും നിലക്ക് ദുരുപയോഗപ്പെടുത്താൻ ദുരുദ്ദേശത്തോടുകൂടെ സംസാരിക്കുന്നത്? മുന്നിൽ ആളുകൾ ഉണ്ടാകുമ്പോൾ വിനയമല്ലാതെ അഹങ്കാരം വരുന്ന ഒരു സ്വഭാവം യഥാർത്ഥ മുവഹിദിന്റെ പ്രബോധകന്റെ അടയാളമല്ല. സഹോദരങ്ങളെ കേട്ടോ, ഹുസൈൻ സലഫി യഥാർത്ഥ പ്രബോധകനല്ല. ഒരു മുവഹിദിന്റെ സ്വഭാവം ഹുസൈൻ സലഫിക്കില്ല. തീർന്നില്ല. സമാധാനത്തോടു കൂടിയിരുന്ന സദസ്സിൽ അനൈക്യമുണ്ടാക്കിനാൻ. നിങ്ങൾക്ക് മലയാളം പോലും തിരിയാതായി പോയോ? ഹുസൈൻ സലഫി, നിങ്ങൾ പിളരരുതേ, സമാപന സമ്മേളനം കഴിയൽ ഒരു പിളർച്ചയാകരുതേ എന്ന് എന്റെ പൊന്ന് നേതാക്കന്മാരെ എന്ന് പറഞ്ഞതാണോ? അപ്പൊ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകാതായോ? നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നത് നിങ്ങൾ ഗുരുതരമായി, നിങ്ങൾക്ക് എവിടെയോ വമ്പിച്ച അപാകത നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആളുകളെ മുന്നിൽ കാണുമ്പോ അഹങ്കാരിയായി, എന്ത് അഹങ്കാരമായിരുന്നു പ്രിയപ്പെട്ടവരെ ഹുസൈൻ സലഫിക്ക് എവിടെ ഉണ്ടായത്? ഏത് സത്യത്തെയാണ് അദ്ദേഹം നിഷേധിച്ചത്? ആരെയാണ് അദ്ദേഹം അവിടെ ചെറുതായി കാണിച്ചത്? നേതാക്കന്മാർക്ക് വേണ്ടി വാദിച്ചു അദ്ദേഹം. നേതാക്കന്മാരോട് തെറ്റ് ചെയ്തവർ മാപ്പ് പറയണമെന്ന് പറഞ്ഞു അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തെ അഹങ്കാരി എന്ന് വിളിച്ചു, ദുരഭിമാനി എന്ന് വിളിച്ചു, ഫസാദിന്റെ ആളെന്ന് വിളിച്ചു. ഒരു യഥാർത്ഥ പ്രബോധകന്, ഒരു മുവക്കിദിന് ചേരേണ്ട സ്വഭാവം സലഫിക്കില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ബൽസിക്കാൻ മാത്രം ഹുസൈൻ സലഫി എന്തു പറഞ്ഞു? അവിടെയാ നിങ്ങൾ ഒരു ഗൂഢാലോചന മനസ്സിലാക്കേണ്ടത്. അവിടെയാ യഥാർത്ഥ ഗൂഢാലോചന. അതെന്താ? ഇതിനെ പിളർക്കുമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമായിരുന്നു എന്ന് സമാപന പ്രസംഗം അബ്ദുറഹ്മാൻ സലഫിൻ്റെത് അങ്ങനെ ആയതിൻ്റെ പിന്നിലെ രഹസ്യവും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ 2 പ്രഗത്ഭരെ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചു. മാത്രമല്ല, അത് പറയാൻ ചില പ്രമുഖർ സന്നദ്ധരായി. അപ്പോ അവിടെ അതുണ്ടായി. സത്യത്തിൽ നിങ്ങൾ ചിന്തിക്കണം, പിളർപ്പവർ പ്രഖ്യാപിച്ചു. എത്ര പേര് പ്രഖ്യാപിച്ചു? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ വരെ മുന്നിലിരിക്കുന്നവരോട് ചോദിച്ചു, പുതിയ ISM ആകാൻ, പുതിയ നവോത്ഥാനം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ, സ്ഥൈര്യമുണ്ടോ, ത്യാഗത്തിന് തയ്യാറുണ്ടോ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാന്യദേഹത്തിൽ നിന്ന് അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്.
നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കാത്തത് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നമ്മൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇന്ന് ശരിക്കും പഠിച്ചു മനസ്സിലാക്കി ആർക്കാണ് ഇവിടെ തകരാറ് സംഭവിച്ചെന്ന് പഠിച്ചിട്ടേ നിങ്ങൾ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ശബ്ദം അപശബ്ദമായി, തെറ്റിദ്ധരിപ്പിക്കലായി, അങ്ങനെ അവതരിപ്പിക്കുന്നൊരവസ്ഥാവിശേഷം ഇവിടെ ഉണ്ടായി. അതുകൊണ്ടാണ് ഈ കാര്യം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും ഹുസൈൻ സലഫിയെ വീണ്ടും പറയുന്നത്, പരാമർശിക്കുന്നത് നിങ്ങൾ ഇനിയും കേൾക്കുക. പതിനായിരങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച വാക്കുകളാണ് ഇവിടെ ഉണ്ടായത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്, ആ കാര്യത്തിൽ നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ സമ്മേളനം കഴിഞ്ഞിട്ട് എന്ന് നേരിട്ട് പറഞ്ഞ ഒരാൾ സമ്മേളനത്തിൽ മിണ്ടാതിരുന്ന് സ്റ്റേജിൽ വന്ന് ജനങ്ങളുടെ മുന്നിൽ ഇത്ര അഹങ്കാരത്തോടുകൂടെ ഈ ആളുകളെ മുഴുവൻ നിസ്സാരന്മാരാക്കി കരുതിക്കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുകയോ? ആലോചിച്ചു നോക്ക്. 10,000 സാക്ഷി നിർത്തി അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഹുസൈൻ സലഫി അവരെ വേദനിപ്പിക്കണോ? നമുക്കൊന്ന് പരിശോധിക്കാം. അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹത്തിന് മറുപടി പറഞ്ഞതാണോ 10,000 വേദനിപ്പിച്ചത് എന്നൊരു പഠനം നടത്താൻ തയ്യാറുണ്ടോ? ടി പി, നിങ്ങളുടെ അധ്യക്ഷ പ്രസംഗം മുജാഹിദ് ലോകത്തെ വേദനിപ്പിച്ച പോലെ ഓരൊറ്റ പ്രാസംഗികന്റെയും പ്രസംഗം മുജാഹിദ് ലോകം വേദനിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ്, മലയാളം തിരിച്ചറിയാനുള്ള അവസ്ഥാവിശേഷമെങ്കിലും നിങ്ങൾക്കുണ്ടാവണം. മുജാഹിദുകളെ വേദനിപ്പിച്ച ശബ്ദമായിരുന്നോ ഹുസൈൻ സലഫിന്റെ ശബ്ദം? ആയിരുന്നോ? അദ്ദേഹം എന്ത് പ്രസംഗിച്ചു എന്നുള്ള ഇവിടെ ഒരു ലേഖയ്ക്ക് വിതരണം ചെയ്യുന്നു. നിങ്ങൾ കേൾക്കണം, വായിക്കണം എല്ലാവരും. എന്തൊക്കെയാണ് പറഞ്ഞത്? ഉത്തരവാദിത്തമില്ലാതെ പറഞ്ഞു, വളരെ വളരെ യാതൊരു നിലക്കുള്ള നിരുത്തരവാദപരമായി പെരുമാറി എന്നൊക്കെയാണ്. അപ്പൊ ഐക്യാഹ്വാനം നിരുത്തരവാദപരമാണല്ലേ? ഭിന്നിപ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പൂമാല ചാർത്തുമായിരുന്നു, അത് ഞങ്ങൾക്ക് ഉറപ്പാ. നിങ്ങളോടൊപ്പം ചേർന്ന് ഹുസൈൻ സലഫി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ പൂമാല ചാർത്തുമായിരുന്നു. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമല്ല. ഞങ്ങളോടൊപ്പം ചേരാനല്ല ഞങ്ങൾ ഒരാളും ആവശ്യപ്പെടുന്നത്, മറിച്ച് ഹക്കിനോട് ചേർന്ന് നിന്നോളൂ, അതിനെ വിജയമുള്ളൂ എന്നാ. നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് ബാത്തിലാണ്, നിങ്ങൾ ആ ബാത്തിലുകളോട് ചേരാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളതല്ല. ഞങ്ങൾ ഖൈറാണ് ഇന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഖൈറാൻ. എന്നാൽ ഗൂഢാലോചനകളുടെ മൂർത്തിമദ്ഭാവമായി പല കാര്യങ്ങളും വരും ആഴ്ചകളിൽ നമ്മൾ കേൾക്കേണ്ടി വരും. ഞെട്ടിപ്പിക്കുന്ന പലതും നമ്മൾ കേൾക്കേണ്ടി വരും. ഇനി ഏറെ വേദനിപ്പിച്ച മറ്റൊന്നെന്തറിയോ? നമ്മളുടെ ഒരു പ്രബോധകൻ, പ്രോഗ്രാം നോട്ടീസിൽ ഉണ്ടായിരുന്ന ഒരു പ്രാസംഗികൻ, വളരെ മാന്യമായി സംസാരിക്കുന്ന, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സംസാരിക്കുന്ന നമ്മളുടെ ഒരു പ്രബോധകൻ പന്തലിലേക്ക് ചെന്നപ്പോൾ കുറച്ചാളുകൾ ഹാരിസ് ചേരൂർ എന്ന് പറയുന്ന മടവൂരി ചാരനായ KJUN ചാരനാണെന്ന് പ്രഖ്യാപിച്ച ഹാരിസ് ചേരൂരിന്റെ നേതൃത്വത്തിൽ ചില വലണ്ടിയർമാർ ഉണ്ടായിരുന്നു സമ്മേളനത്തിൽ. ആത്മാർത്ഥമായി ഇഖ്ലാസോടെ പണിയെടുത്ത ആയിരക്കണക്കിന് വലണ്ടിയർമാരുണ്ടാകും. പക്ഷേ സഹോദരങ്ങളെ ഒരു പ്രത്യേക ടീം, അവരിൽ പലരും മുസ്ലിങ്ങളായിരുന്നുവോ എന്ന് സംശയിക്കേണ്ട വിധം എന്താ പറയണറിയോ? കത്തിച്ചു കളയും, പച്ചക്ക് കത്തിക്കും. അതൊക്കെ നമ്മുടെ കയ്യിൽ ക്ലിപ്പിംഗ് ഉണ്ട്. അങ്ങനെ ഒരു ടീം ഹാരിസ് ചേരൂരിന്റെ നേതൃത്വത്തിൽ. എന്നിട്ട് അവൻ പറയാണ് ഈ യുവപണ്ഡിതനോട്, എന്താ പറഞ്ഞറിയോ? ഹുസൈൻ സലഫി പറഞ്ഞ പോലെ പറഞ്ഞാൽ കാലടിച്ച് മുറിച്ചാളും. ആ പ്രബോധകൻ പ്രസംഗിച്ചില്ല, ഭയപ്പെട്ടു അവരെ. അദ്ദേഹം മടങ്ങിപ്പോന്നു. അദ്ദേഹം സ്വയം മടങ്ങിപ്പോന്നു. എന്താ പറഞ്ഞേ? ഹുസൈൻ സലഫി പറഞ്ഞ പോലെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ എന്താ? ഹുസൈൻ സലഫി പറഞ്ഞ ഐക്യപ്പെടണം, ഒന്നാകണം, ഭിന്നിക്കരുത് എന്നാ. അത്തരം ആളുകൾ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയുമോ ISMന്റെ ട്രഷറർ PK ഷഹീദ്, PK കുടുംബം, എലാങ്കോട്ടെ പാക്കഞ്ഞി കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട ഷഹീദ്, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം പ്രിപ്പയർഡായി വന്നു, സാധിച്ചില്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ താടിയെ വിമർശിച്ച് പ്രസംഗിച്ചു. മറുപടിയും ഉണ്ടായി അവിടെ. ഞാൻ പറയുന്നത് യഥാർത്ഥ പ്രബോധകർക്കും ആളുകൾക്കും അവിടെ പലപ്പോഴും വേദികൾ നിഷേധിക്കപ്പെട്ടു. യാഥാർത്ഥ്യം പറഞ്ഞവരുടെ പച്ചയിറച്ചി പിച്ച് ചീന്തി
അവരൊന്നിനും കൊള്ളരുതാത്തവരാക്കി അവരെ അവതരിപ്പിച്ചു. ഇനി കേട്ടോളൂ, വളരെ നോക്കൂ. സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ഈ പ്രയാസം അറിയില്ല എന്നാണ് ഹുസൈൻ സലഫിയെ കുറിച്ച് പറയുന്നത്. സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് അവിടെ ഉണ്ടായിരുന്നല്ലോ പല പ്രമുഖരും. അവർ സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്കാണ്. ഉക്കോദയിൽ, ദുൽമജാസിൽ, മജന്നായിൽ, ഗ്രാമങ്ങളിൽ, അങ്ങാടികളിൽ പ്രസംഗിച്ച് ശീലമുള്ള ആരുണ്ട്? ഇതുപോലെ ഓഡിറ്റോറിയത്തിലോ വലിയ ആളുകളെ വിളിച്ചു വരുത്തിയെടുത്തോ മാത്രം പ്രത്യക്ഷപ്പെടുന്നവർ അതേ വേദിയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കാമായിരുന്നു. സ്റ്റേജിൽ നിന്ന് സ്റ്റേജിലേക്ക് പോകുന്നവർക്ക് ഈ പ്രയാസം അറിയില്ല. ഹുസൈൻ സലഫിയെ കുറിച്ച് പറഞ്ഞതാണ്. തീർന്നില്ല. വീണ്ടും അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വീണ്ടും നിങ്ങൾ കേൾക്കുക. ഇന്നലെ പാതിരാത്രി പോലും 1 മണിക്കൂർ കിടന്നുറങ്ങാൻ അനുവദിക്കാത്ത അനുയായികളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ജിന്നുകൾ. അറിയുമോ നിങ്ങൾ? ഇന്നലെ അവനവന്റെ മൊബൈൽ തലക്കടുത്ത് വെച്ച് ഒരല്പനേരം വിശ്രമിക്കാൻ പോയതാണ്. ഈ സമ്മേളന നഗരിയിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കണം, എന്തെങ്കിലും നിലക്കുള്ള വിഷമിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കരുത് എന്ന് വിചാരിച്ച് അത് തലക്കടുത്ത് വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങാൻ പോയത്. പക്ഷെ ഉറങ്ങാൻ സമ്മതിച്ചോ? സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ഏതൊരു അനുയായികളെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ കേട്ടോ, മടവൂരികൾ നമ്മളെ ജിന്നുകളെന്ന് വിളിച്ചു, ജിന്നൂരികളെന്ന് വിളിച്ചു. ഇന്നിതാ നമ്മൾ സ്നേഹിച്ച്, നമ്മളേറെ ആദരിച്ച് ബഹുമാനിച്ച നമ്മുടെ TP നമ്മുടെ ജിന്നുകൾ എന്ന് വിളിക്കുന്നു. അല്ല സൃഷ്ടിച്ച ഇൻസിനെ ജിന്നെന്ന് വിളിക്കുന്നു. അല്ല വിളിച്ച ഇൻസിനെ ജിന്നെന്ന് വിളിക്കുന്നു. ഈ ജിന്നുകൾ ഉറങ്ങാൻ സമ്മതിച്ചില്ല. എന്തേ കാരണം? അതെന്തേ TP നിങ്ങൾ പറയാത്തത്? അതെന്തേ TP നിങ്ങൾ പറയാത്തത്? സഹോദരങ്ങളെ, പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഹുസൈൻ സലഫിയെ കുറിച്ചൊരു വിവരവുമില്ല. ആശങ്ക ഉണ്ടാവൂലേ? വിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടാവൂലേ? ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. 2:30 മണിക്ക് വരെ PN അബ്ദുൽ ലത്തീഫ് മൗലവിയെ ഞാൻ വിളിച്ചു, പല ആളുകളെയും വിളിച്ചു. ആർക്കും അറിയില്ല. ഹുസൈൻ സലഫിക്കൊന്നും സംഭവിച്ചിട്ടല്ല, അവരെ ആരും ഒന്നും ചെയ്തിട്ടുമല്ല. കേന്ദ്രക്കാരെന്തെങ്കിലും ചെയ്തു എന്നാരും വിചാരിക്കരുത്. അതൊന്നും ഉണ്ടായില്ല. ആർക്കും അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. TP നിങ്ങളല്ല ഉറങ്ങാത്തത്, ആയിരക്കണക്കിന് മുജാഹിദുകൾ ഉറങ്ങിയിട്ടില്ലെന്ന് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. പിന്നെയോ, ഒരു മഹാസമ്മേളനം നയിക്കുന്ന നേതാവ് സുഖകരമായ ഉറങ്ങലല്ല, ഉണർന്നിരിക്കലാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് നല്ലതാണ്. KK മുഹമ്മദ് സുല്ലമിയെ ഞാൻ ഓർക്കുന്നു, KP ഞാൻ ഓർക്കുന്നു. അവരുറങ്ങാതെ ഏതേത് ഘട്ടത്തിലും പാലക്കാട് സമ്മേളനം, ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ നേതാക്കന്മാർ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അവർ മാത്രമായി പറയേണ്ടതില്ല. ഉറങ്ങാത്ത ആളുകൾ, ഹുസൈൻ സലഫിയെ സ്നേഹിക്കുന്ന ആളുകൾ ലക്ഷോപലക്ഷമുണ്ട്. അവർ വേദനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സലഫി വീട്ടിലെത്തിയോ ഇല്ലയോ, എന്ത് സംഭവിച്ചു എന്നറിയാൻ. അതിലെവിടെ തെറ്റി? അവരെ നിങ്ങൾ ജിന്നുകളെന്ന് വിളിച്ചു. ഇനി നിങ്ങൾ പറയൂ, ഇത്തരമൊരു പ്രസിഡന്റിനാൽ നയിക്കപ്പെടുന്നിടത്ത് നീതി കിട്ടുമോ? നീതി കിട്ടുമോ? മാത്രമല്ല, 49-ാം അധ്യായത്തിലെ 11-12 കഴുത്ത് കെട്ടി തൂക്കിക്കൂടി ആയത്ത്. ഒരു കൗമിനെ നിങ്ങൾ പരിഹസിക്കരുത്. ജിന്നുവിളി പരിഹാസമല്ലേ? നിങ്ങളോട് നയിക്കപ്പെട്ട ഒരു വിഭാഗം ഉണ്ടല്ലോ, അതിലെ ഒരു വിഭാഗത്തെ ഞങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ സംസ്കാരവും കൂടി നിങ്ങൾ വിലയിരുത്തണം. അഹ്ലുസുന്ന ബുക്ക് സ്റ്റാള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അറിയണം, സ്നേഹത്തോടെ ഞാൻ പറയാ, കേട്ടോളി. അഹ്ലുസുന്ന ബുക്ക് സ്റ്റാള് നമ്മുടെ നല്ല നല്ല കേസറ്റ് വിളിക്കുന്ന സ്ഥലം, ആധികാരികമായ സലഫിയത്തിന്റെ ശബ്ദം, ഇസ്ലാഹി പ്രസ്ഥാനം പടുത്തുയർത്തിയ ആദർശത്തിന്റെ ശബ്ദത്തിന്റെ ബുക്ക് സ്റ്റാൾ. സമ്മേളന പന്തലിന്റെ എത്രയോ ഇപ്പുറത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പ്രദേശത്ത് വാടകയ്ക്ക് വാങ്ങി നമ്മുടെ പ്രവർത്തകർ നടത്തിയിരുന്നു. എന്ത് സംഭവിച്ചു എന്നറിയുമോ?
വെള്ളിയാഴ്ച രാത്രിയിൽ അർദ്ധരാത്രിയിൽ ഒരു വിഭാഗം ആളുകൾ വന്നു. ഞാൻ അവരെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. അവര് പറഞ്ഞ തെറിപ്പൂരങ്ങൾക്ക്, ഭീഷണികൾക്ക്, അവരുണ്ടാക്കിയ പൊല്ലേപ്പുകൾക്ക്, അതുപോലെ പല ചാർട്ടുകളും ഉണ്ടായിരുന്നു. ഹദീസുകളുടെ എല്ലാം അടിച്ചു പൊളിച്ചു, തകർത്തു, അതിന്റെ ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഫ്രണ്ടിലൂടെ വലിയ ഫ്ലക്സുകൾ വെച്ച് അത് ബ്ലോക്ക് ചെയ്തു. നാളെ ആളുകളെയും കുട്ടി വന്നാൽ പച്ചക്ക് കത്തിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവരാണോ സംസ്കാര സമ്പന്നർ? എന്ന് ടി പി അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തുണ്ടായി? അതുകൂടി അറിഞ്ഞോളെ. ഈ KNM പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ഉണ്ടല്ലോ, ഇതിനെതിരായി മലക്കുകളെയും ജിന്നുകളെയും ഒക്കെ കൃത്യമായി അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കെതിരായി, സലഫിയത്തിനെതിരായി, ഖുർആനിനെതിരായി, അത് ഞാൻ വെറുതെ പറയല്ല. സലാം സുല്ലമിയുടെ ബുക്ക്, ആ ബുക്കില് സൂര്യൻ സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ഹദീസ്. സുല്ലമി എന്ത് ചെയ്തു? സൂര്യൻ സുജൂദ് ചെയ്യാന്നുള്ളത് ശാസ്ത്രീയമായി ശരിയല്ല, ഉടനെ തള്ളിക്കളയുന്നു. സത്യത്തിൽ മൂപ്പര് വിചാരിച്ചെന്താ, ഹദീസിലെ അതുള്ളൂ, ആയത്തിലും ഉണ്ട് സൂര്യൻ സുജൂദ് ചെയ്യുന്നു. ഖുർആനിൽ സൂര്യൻ സുജൂദ് ചെയ്യുന്നു. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ് വമിൻ ആയാതിഹി അൽ-ലൈലു വൻ നഹാറു വശംസു ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. 41-ാം അധ്യായം 37, 22-ാം അധ്യായം 18. സൂര്യൻ സുജൂദ് ചെയ്യുന്നു എന്ന് അല്ലാഹ്, മരം സുജൂദ് ചെയ്യുന്നു അല്ലാഹ്. സലാം സുല്ലമിയോ ആ ഹദീസാണ് നിഷേധിച്ചു. ശാസ്ത്രത്തിന് കൊള്ളൂല, അപ്പൊ 2 ആയത്താ നിഷേധിച്ചു. എന്റെ ഓർമ്മകളിൽ വേറെ ഉണ്ടാവും. സഹോദരങ്ങളെ, ഈ ഖുർആൻ നിഷേധ ബുക്ക് യുവതയിൽ വെക്കുന്നു. എവിടെ? നമ്മുടെ സമ്മേളനത്തിന്റെ ഫ്രണ്ടിൽ. യുവതയ്ക്ക് ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രയാസമില്ല. കാദ്യാനികളുടേത് അവിടെ ഒരു ഇല പോലും അനങ്ങിയില്ല. അതുപോലെ ബഹുദൂനികളുടേത്, സഹാബികളെ ചീത്ത പറയുന്ന ഗ്രന്ഥങ്ങളുള്ള ശിയാക്കളുടെ ഗ്രന്ഥങ്ങൾ IPH വിൽക്കുന്നു. ആർക്കും ഒരു പ്രശ്നമില്ല. യഥാർത്ഥ ദീനനുസരിച്ച് ചൂണ്ടിക്കാണിക്കുമോ? അഹ്ലു സുന്ന വിതരണം ചെയ്ത ബുക്കിൽ സലഫിയത്തിനെതിരായി ഒരു പരാമർശമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഖുർആനിനെതിരായി ഒരു പരാമർശമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അപ്പോൾ നാം ഇത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. വളരെ വളരെ ഗൗരവമായി ഈ വിഷയം നമ്മൾ ആലോചിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ഏത് വിധത്തിൽ കാര്യങ്ങൾ നോക്കിയാലും അപകടകരമാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥാവിശേഷം. ഇത് എല്ലാവരും ഉൾക്കൊള്ളണം. അടുത്തത് വീണ്ടും നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, അടുത്ത ക്ലിപ്പിംഗ് കൂടെ നിങ്ങൾ കേട്ടോളൂ. എവിടെ എത്തുന്നു നമ്മളെന്ന്. സുബൈ വരെ ഉപദ്രവം തുടർന്നു. ഈ ഉണർന്നിരിക്കുന്ന ഈ കപടവിശ്വാസി, സുബൈ വരെ നേതാക്കന്മാരെ ബുദ്ധിമുട്ടിച്ച് ഈ കപടവിശ്വാസി എന്തൊക്കെയായിരുന്നു TP എന്ന് പ്രസംഗിച്ചത്? ഒരു വീണ്ടും വിചാരം ഇനിയും നല്ലതാണ്, തിരിച്ചാവുന്നതാണ്, പറ്റിപ്പോയതാണെന്ന് പറയാവുന്നതാണ്. ആർക്കും അങ്ങനെ സംഭവിക്കാമല്ലോ. കുല്ലു ബനി ആദമ ഖതൗൻ, ഏത് ആദം സന്തതിക്കും പാപം പറ്റാം, തെറ്റുപറ്റാം. അത് തിരുത്തുന്നവനാണ് അതിനുത്തമനായിട്ടുള്ളവൻ അല്ലേ? പറഞ്ഞു എവിടെ വരെ? അടുത്ത ക്ലിപ്പിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സലാം മോഹത്തിന്റെ ഒരു ക്ലിപ്പിംഗ് കേട്ടോളൂ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നാവ് നീളമുണ്ടായാൽ ആയിരക്കണക്കിന് പ്രസംഗങ്ങൾ ചെയ്താൽ പോരാ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. സലഫിയുടെ പ്രസംഗത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വേറെയുമുണ്ട്. സ്റ്റേജിലെ നേതാക്കന്മാരെ നോക്കി തിരുത്താൻ പറയുന്നത് സലഫിയത്തല്ല എന്ന് പറയുന്ന ക്ലിപ്പിംഗ് ഉണ്ട്. നാവിന് നീട്ടമുണ്ടായാൽ, ആയിരക്കണക്കിന് പ്രഭാഷണം ചെയ്താൽ അതുകൊണ്ട് തെക്കുണ്ടാവൂല. ഹുസൈൻ സലഫിയുടെ ഈമാനിനെ ചോദ്യം ചെയ്ത് നേരത്തെ TP. ഇപ്പോൾ ഇതാ ഈ വിദ്വാൻ തെക്കുവയെയും ചൂണ്ടിക്കാണിക്കുന്നു, തെക്കുവയെ ചോദ്യം ചെയ്യുന്നു. അനുവദിച്ചുകൂടാ. ഇവിടെ ഒരു കാര്യം അറിയണം, ഇതൊരു സക്കറിയ സുരായിയുടെ പ്രശ്നമല്ല, ഇതൊരു സാജിദ് തിരുനങ്ങയുടെ പ്രശ്നമല്ല. ആലിമുകളെയും പ്രബോധകരെയും
മുഴുവനും നിലംപരിശാക്കുന്ന എല്ലാ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. സഹോദരങ്ങളെ, ഇനിയോ ഒന്നുകൂടെ കേട്ടോളൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരെണ്ണവും കൂടെ. എന്റെ ഈ സംസാരം നിങ്ങളുടെ മനസ്സുകളെ ഒന്നിപ്പിക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ചില സംസാരങ്ങൾ നടന്നപ്പോൾ ഉണ്ടായതുപോലെയുള്ള അപക്വമായ സമീപനം സഹോദരങ്ങളെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന ഏറ്റവും കടുപ്പമുള്ള വിനീതമായ ദയനീയമായ ഒരഭ്യർത്ഥനയോടെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് എന്റെ പ്രസംഗം നിങ്ങളുടെ മനസ്സിനെ കൂട്ടിയിണക്കണം. ഇന്നലെ ഉണ്ടായതുപോലെ ചില സംഗതികൾ ഉണ്ടാവൂല. ഇന്നലെ എന്താ ഉണ്ടായത്? ഇത് 4-ാം ദിവസം നടന്നതാ. ഹുസൈൻ സലഫി എന്നോ വലിയ അപാകത വെച്ചു ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇതാണ് അവസ്ഥ. പറയൂ, പരലോകബോധമുള്ളവർ ചെയ്യേണ്ടതാണോ ഇത്? മരണത്തിന് ശേഷം ഒരു ജീവിതത്തിൽ വിശ്വസിക്കേണ്ടവർ ചെയ്യേണ്ടതാണോ ഇത്? വ്യക്തിപരമായ ഒരു പ്രബോധകന്റെ, അത് ഹുസൈൻ സലഫിയെ പോലെയുള്ള ഒരാളുടെ ഒരു കാരണവുമില്ലാതെ ഒരു നന്മ പറഞ്ഞതിന്റെ പേരിൽ ഒരു ചിന്മയുണ്ടാകരുത്, ഒരനൈക്യമുണ്ടാകരുത് എന്നാഗ്രഹിച്ചൊരു മനുഷ്യന്റെ പച്ചയിറച്ചി ഇങ്ങനെ തിന്നേണ്ടിയിരുന്നോ നേതാക്കന്മാരെ? ഐക്യാഹ്വാനം നടത്തിയൊരു മനുഷ്യന്റെ നേരെ. അപ്പൊ ഒരു കാര്യങ്ങൾ എല്ലാവരും ഉറപ്പിക്കുക, കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അതിനെ നയിക്കുന്ന ചില ആളുകൾ അവർ പിളർപ്പാഗ്രഹിക്കും. അത് ആരാ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാക്കാനുള്ള ആക്രോശം കൂടുതൽ. ഒന്ന് ടിപിക്കും, ഒന്ന് സലഫിക്കും. എന്തേ അങ്ങനെ? അബ്ദുറഹ്മാൻ സലഫിക്കും ടിപിക്കും എന്തേ വാശി? ഇതിനെ പിളർത്തിയേ അടങ്ങൂ, ഇതിനെ നശിപ്പിച്ചേ അടങ്ങൂ, ഇതിനെ ചിന്ന ഭിന്നമാക്കി അടങ്ങൂ. എന്തേ അദ്ദേഹത്തിന് ഇത്ര നിർബന്ധം? ഇനി വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം, ചില ആളുകൾ നിഷ്പക്ഷരായ അങ്ങനെ നിന്നു. നമ്മൾ വിചാരിച്ചത് അവരെല്ലാം പഠിക്കും, മനസ്സിലാക്കും എന്നതായിരുന്നു. നമ്മളെ ഏറെ വേദനിപ്പിച്ചു നമ്മുടെ ബഹുമാനനായ എം അക്ബർ സാഹിബിന്റെ ചില പ്രസംഗങ്ങൾ. സഹോദരങ്ങളെ, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ആളാണ് അക്ബർ ഖാൻ. ഞാൻ ഏറെ പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹത്തിന്. ഈ കഴിഞ്ഞ ഹജ്ജ് വേളയിൽ പോലും ഞങ്ങൾ കണ്ടു. അദ്ദേഹം ഉറങ്ങുന്നിടത്ത് ഞാൻ ചെന്നു, അദ്ദേഹത്തെ വിളിച്ചുണർത്തി സലാം പറഞ്ഞു, വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ അന്ന് മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം മലയാളി മണ്ണിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു എം അക്ബർ ഇല്ല, സമസ്തക്കാർക്ക് ഒരു എം അക്ബർ ഇല്ല, ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്തിന് ഒരു എം അക്ബർ ഇല്ല, ഇവിടുത്തെ സമസ്തകൾക്കില്ല, ഇവിടുത്തെ മടവൂരികൾക്കില്ല. നമ്മുടെ ഭാഗ്യമായിരുന്നു നമ്മുടെ എം അക്ബർ ഖാൻ. ഇന്നും അതെ, നമുക്കെതിരെ ഇബ്രാഹിമില്ല. അക്ബർ ഖാന്റെ ഒരു പ്രത്യേകത, എന്തൊരു ഇഷ്യൂസ് ഉണ്ടായാലും എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സമഗ്രമായി പഠിച്ച് കൃത്യമായി വാദപ്രതിവാദങ്ങളും ചോദ്യോത്തരങ്ങളും വിഷയാവതരണങ്ങളും ഗ്രന്ഥരചനകളും നടത്തിയ ഒരു മഹാ പണ്ഡിതനാണ് ബഹുമാനനായ എം അക്ബർ സാഹിബ്. അദ്ദേഹം ഏത് വിഷയം ഉണ്ടായാൽ, ഒരു ഉദാഹരണം, ലോകത്ത് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായി, അതിനെക്കുറിച്ച് സമഗ്രമായി അദ്ദേഹം പഠിച്ചു. അപാരമായ നോളജ് മലയാളി മക്കൾക്ക് അദ്ദേഹം നൽകി. തോമസ് ഐസക് വരെ അക്ബർ ഖാന്റെ ബുക്ക് റെഫർ ചെയ്തു, റഫറൻസ് ഗ്രന്ഥമായി കേരളം അംഗീകരിച്ചു. അത്രമാത്രമുണ്ട് എം അക്ബർ സാഹിബിന്. ഹിന്ദുധർമ്മം പരിചയവും ഹിന്ദുധർമ്മത്തെ കുറിച്ച് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി, അവാർഡ് കിട്ടി കേരളത്തിൽ. ഹിന്ദു ഗ്രന്ഥങ്ങളെ കുറിച്ച് ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികൾ 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, ശ്രുതികൾ, ഇതെല്ലാം പഠിച്ച് അപാരമായി പഠനം നടത്തി ഗ്രന്ഥമെഴുതി അവാർഡ് കിട്ടിയ പണ്ഡിത കേസരി, ചിന്തകൻ, എഴുത്തുകാരൻ, ബുദ്ധിജീവി, പ്രബോധകൻ, 3 മതങ്ങളെ, പ്രബലമതങ്ങളെ താരതമ്യം ചെയ്യുന്ന പണ്ഡിതൻ ആ അക്ബർ ഖാനിൽ നിന്ന് ഇന്ന് വരെ ഇല്ലാത്ത, നീതിവിരുദ്ധമായ, പക്വതയില്ലാത്തൊരു നിലപാടുണ്ടായപ്പോൾ മുഴുവൻ മുജാഹിദുകളും വേദനിച്ചു. മുഴുവൻ മുജാഹിദുകളും വേദനിച്ചു. പക്ഷെ അവർക്ക് ഇപ്പോഴും നിങ്ങളോട് വെറുപ്പില്ല. എല്ലാവരും അത് പറഞ്ഞു. അക്ബർ ഖാൻ അത് പറയാൻ പാടുണ്ടായിരുന്നില്ല. അക്ബർ ഖാന്റെ മേഖല അതല്ല. ഞാൻ എന്റെ ഒരു വേദന അറിയിക്കാൻ നിങ്ങളെ. ഈ വിവാദങ്ങൾ കുറെ കാലമായല്ലോ. ഞാൻ അക്ബർ സാഹിബിനെ 2 തവണ വിളിച്ചിട്ടുണ്ട് ഈ വിഷയമായി. ഒന്നിനെ പുറത്താക്കിയത്, ഒന്നതിന് മുമ്പ്.
ഞാൻ ചോദിച്ചു അക്ബർ ഖാനോട്, അക്ബർ ഖാൻ തലനാരിയെ കീറി എന്ത് വിഷയം അവതരിപ്പിച്ചാണല്ലേ നിങ്ങള്? സഡോമിസം സാർവത്രികമായി നമ്മുടെ കോടതികൾ വരെ സ്വവർഗരതി നിയമം മൂലം അംഗീകരിക്കുന്ന ഘട്ടം വന്നു. അന്ന് ഞാൻ ഓർക്കുകയാണ്, ടൗൺ ഹാളിലെ 1ാമത്തെ കസേരയിൽ ഞാനിരുന്നു. അക്ബർക്ക് അവതരിപ്പിക്കുന്നത് പുതിയ പുതിയ വിവരങ്ങൾ കേട്ടും അപാരമായ നോളജുകൾ കേട്ടും എഴുന്നേറ്റ് പോകാതെ ഇരുന്ന് ഞാൻ കേട്ടു. ഞാൻ അത്ഭുതത്തോടെ പറയട്ടെ, അക്ബർ സാഹിബിന് സാധിക്കുന്ന അപ്പോഴുള്ള രേഖകൾ എത്രയും പെട്ടെന്ന് ലേഖനമാക്കാൻ അക്ബർ സാഹിബിന് കഴിവുള്ള പോലെ ശരിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ 2 ആളുകളെ സവിശേഷമായി ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന് എം അക്ബറാണ്, 3 പേരെ ഞാൻ ശ്രദ്ധിച്ചു. എഴുത്തിന്റെ പ്രാവീണ്യം ഒന്ന് സുബൈർ ചുങ്കത്തറയാണ്, മറ്റൊന്ന് അക്ബറാണ്, മറ്റൊന്ന് സുബൈറാണ്. മുമ്പ് സഹോദരങ്ങളെ, അങ്ങനെ പ്രശംസിക്കപ്പെട്ടവർ ആരുടെ മുമ്പിലും ആദർശപരമായി തലകുണിക്കേണ്ടി വന്നിട്ടില്ലാത്ത അക്ബർക്കാക്ക് മെനയാള് മുതൽ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. ചില കാരണം അക്ബർക്ക മനസ്സിലാക്കിയതാണ് ശരിയെങ്കിൽ അതിന്റെ പേരിൽ മീറ്റിംഗ് കൂടാൻ നിച്ചിന്റെ പേരിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസ്ഥാനത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായ കാര്യത്തിൽ പഠിക്കണ്ടേ എന്ന് ചോദിച്ചു ഞാൻ അക്ബർഖാനോട്. യാ ഇബാദല്ലാഹ്, നിങ്ങൾ പഠിക്കണ്ടേ? എന്നോട് പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാനത് അല്ലാഹുവിലേക്ക് കൊടുന്നു. എന്താ വാക്ക്? എനിക്ക് ടച്ച് ചെയ്യേണ്ട ഒരു വിഷയമല്ല, ഒരു കയമ്പൂല്ലാത്ത കാര്യം. ഞാൻ നിക്ഷോഭത്തിന്റെ പ്രവർത്തകനാണ്. ഇസ്ലാമിനെ ലോകത്ത് പഠിപ്പിക്കുന്നതാണ് എന്റെ ഡ്യൂട്ടി. അതൊക്കെ വേറെ ആളുകൾ ചർച്ച ചെയ്യണം. ശരിയാണ്, നല്ല വാക്കാണ്. ഒരു 100 പേരോടെങ്കിലും അക്ബർ സാഹിബ് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അക്ബർക്ക് ആർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ആർക്ക് വേണ്ടി സംസാരിച്ചു, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മറ്റു പലരേക്കാൾ മുജാഹിദുകൾക്ക് വേദനിപ്പിക്കും വിധം അക്ബർക്ക് സംസാരിച്ചു കഴിഞ്ഞു. നമുക്കതിൽ വലിയ വേദനയുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹം ആ നിലക്ക് സംസാരിച്ചു. എല്ലാ ശത്രുക്കളും നമ്മുടെ നേരെ പറയുന്ന അതേ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. എന്തിന്? ഓരോ കാര്യം നിങ്ങൾ നോക്ക്. ഞാൻ പറഞ്ഞു, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതെല്ലാം കീറി മുറിച്ച് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി. എല്ലാവർക്കും അത് കിട്ടി, എല്ലാവരും അത് വായിച്ചു. ആ ഒരു അവധാനത ഈ വിഷയത്തിൽ കാണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇനിയും സമയമുണ്ട്. അതെനിക്ക് പറ്റിയൊരു വൈകാരികതയാണ് എന്ന് പറയാൻ ഇനിയും സമയമുണ്ട്. നമ്മുടെ അക്ബർക്ക പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കി. പുതിയ പുതിയ വാദങ്ങൾ കടന്നു വരികയാണ്. പുതിയ പുതിയ വാദങ്ങളും ആശയങ്ങളും കടന്നു വരികയാണ്. തൗഹീദിനെ പൊതുസമൂഹത്തിൽ പോലും അവതരിപ്പിക്കുവാൻ സാധ്യമല്ലാതാക്കുമാറുള്ള വാദങ്ങൾ. വിഷ്ണുവിനെ എല്ലായിടത്തും വിഷ്ണുവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ, ആ വിഷ്ണുവിന് കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു കഴിവ്, അത് ചോദിച്ചാൽ ബഹുദൈവാരാധനയാകുമെന്ന് ഇവിടെയുള്ള അമുസ്ലിങ്ങളുടെ മുന്നിൽ ചങ്കൂറ്റത്തോടുകൂടി പറയാൻ കഴിയുന്നവൻ മുജാഹിദ് മാത്രമാണ്, സലഫി പ്രവർത്തകൻ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രൂപത്തിൽ കൃത്യമായി ആരാധനയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുവാൻ, ഈ രൂപത്തിൽ കൃത്യമായി തൗഹീദിനെയും ശിർക്കിനെയും ബഹുദൈവാരാധനയും ഏകദൈവാരാധനയും വ്യവച്ഛേദിക്കുവാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഖുർആനും തിരുസുന്നത്തും നൽകിയ കൃത്യമായ ആശയമാണത്. വിഷ്ണു ഒരു ജിന്നാണെന്ന് വന്നാൽ, വിഷ്ണു ഒരു മലക്കാണെന്ന് വന്നാൽ, ആ വിഷ്ണു മലക്കാണ് എന്നും ജിന്നാണ് എന്നും ഞാൻ വ്യാഖ്യാനിച്ചു എന്ന് പറയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെയല്ലേ ഞങ്ങളും വിശ്വസിക്കുന്നത് എന്ന ചോദ്യത്തിന്, എന്താണ് അതിലുള്ള പ്രശ്നം എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതിരിക്കുമാറ് സലഫികൾക്ക് തൗഹീദിന്റെ വിഷയത്തിൽ ഉണ്ടായിരുന്ന അജയ്യതമായ ബോധത്തെ തകർത്ത് കളയുവാൻ ആര് ശ്രമിച്ചാലും ആ തകർക്കലിനെതിരെ പ്രതിരോധിക്കുക എന്ന ദൗത്യം നിർവഹിക്കാതെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, സങ്കല്പിച്ചുണ്ടാക്കാൻ ഇതുവരെ ആരും പറയാത്തൊരു പുതുമട്ട് കൊടുത്തു. ഇനി അനീഫ്ക്കായ അനുസ്വാദത്തോടുത്തോളും നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. ആരെങ്കിലും അങ്ങനെ നോക്കൂ, സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട വിശ്വാസികളിൽ അത് അടിച്ചേൽപ്പിക്കുകയാണ്. അത് മലക്കാണെന്ന് വന്നാൽ, ജിന്നാണെന്ന് വന്നാൽ ഊഹമല്ലേ അക്ബർക്കാത്, സങ്കല്പമല്ലേ അക്ബർക്കാത്? പ്രത്യേകിച്ച് ഹൈന്ദവ കഥ
കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യമാണോ അക്ബർക്ക? അത് പഠിപ്പിച്ച, ഞങ്ങളെ പഠിപ്പിച്ച, അതിന് പുസ്തകം എഴുതിയ അക്ബർക്ക, നിങ്ങൾക്ക് എന്ത് പറ്റി? ആർക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചു? ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഹുസൈൻ സലഫി പറഞ്ഞ പോലെ ഒരൈക്യാഹ്വാനം എന്ന മഹത്വം നിങ്ങൾക്കുണ്ടാകുമെന്നാണ്. പക്ഷേ നിങ്ങളൊരു ഗ്രൂപ്പിനെ സന്തോഷിപ്പിച്ചു, നിങ്ങളൊരു ഗ്രൂപ്പിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു, ഹക്കിന് വേണ്ടിയല്ല എന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. എത്ര സേവനം ചെയ്ത ആളാണ് നിങ്ങൾ, എത്ര പണ്ഡിതോചിതമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത ആളാണ് നിങ്ങൾ. ഈ വിഷയത്തിൽ മാത്രം നിങ്ങൾ പഠിക്കാതെ പോയോ? എത്ര അറബ് രാജ്യങ്ങളിൽ അക്ബർക്ക നിങ്ങൾ പോയിട്ടുണ്ട്? ആ അറബ് രാജ്യത്തെ പണ്ഡിതന്മാരോട് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ഇപ്പോഴും പോയല്ലോ കുവൈത്തിൽ, പലയിടങ്ങളിൽ. എന്തുണ്ട് അക്ബർക്ക അവിടെ? ജനങ്ങൾ അറിയേണ്ടതില്ലേ? അറിയേണ്ടത്. അതൊക്കെ അറിഞ്ഞിട്ടും ആർക്ക് വേണ്ടി എന്റെ അക്ബർക്ക സംസാരിച്ചു എന്നതിൽ ഞങ്ങളൊക്കെ വേദനിക്കുന്നു. അങ്ങനെ ഓരോ സാങ്കല്പിക ചോദ്യങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് സംസാരിക്കുക. ഈ അവസ്ഥ മാറ്റണം എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാനുള്ളത്. വസ്തുതകളെ കൃത്യമായി പഠിക്കണം എന്നാണ് പറയാനുള്ളത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഒരു പുതിയ, അതായത് ഇപ്പം നിലനിൽക്കുന്ന ISM-ഉം MSM-ഉം ഒക്കെ മാറ്റി ഒരു പുതിയത് ഏറ്റെടുക്കാൻ സന്നദ്ധമാകണമെന്ന് പറയുന്നിടത്തു വരെ പിളർപ്പിന്റെ ആഹ്വാനക്കാരനായി നമ്മുടെ അക്ബർക്ക വന്നു. അവിടെ വരെ എത്തി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. പുതിയ കാലഘട്ടത്തിലെ നവോത്ഥാനത്തിന്റെ കൈത്തിരിയുമായി മുന്നോട്ട് പോകുവാനുള്ള ത്രാണി നമുക്കുണ്ടോ എന്നാണ്. ആ ത്രാണിയുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുന്നവർ മാത്രം ഈ പന്തം ഈ തലമുറയിൽ നിന്ന് ഏറ്റെടുക്കേണ്ട സന്ദർഭമാണിത്. അന്ധവിശ്വാസികളും അനാചാരവും ശിർക്കിലേക്ക് നയിക്കുന്നവരൊന്നും അല്ലാത്ത പുതിയൊരു യുവതലമുറ. സത്യത്തിൽ നിങ്ങൾക്ക് വേദനയുണ്ട്. എത്ര പ്രോത്സാഹനങ്ങളെ അക്ബർക്ക നിങ്ങൾ സംസാരിച്ചു. MSM-ന്റെ കുട്ടികളുടെ ആത്മാർത്ഥതയും പരിശ്രമവും നിങ്ങൾ മറന്നുപോയോ? രണ്ട് പ്രഗത്ഭമായ സാൽവേഷന്റെ മുന്നിലും പിന്നിലുമായി നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചു. എത്ര മഹത്വരമായിരുന്നു നമ്മുടെ ദൈവത്തിന്റെ. ആ ആളുകൾക്കാണോ ത്രാണിയില്ലെന്ന് പറയുന്നത്? അവർക്കാണോ കഴിവില്ലെന്ന് പറയുന്നത്? എന്നിട്ട് ആരുടെ കൈകളിലാണ്? പരിചയമില്ലാത്ത, അനുഭവമില്ലാത്ത, പാണ്ഡിത്യമില്ലാത്ത ആരുടെ കൈകളിലാണ് നിങ്ങളിതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? മലക്ക്, ജിന്ന്, ഭൗതികാണോ അഭൗതികാണോ എന്ന് നമ്മളിവിടെ ചർച്ച ചെയ്ത് കാലം കഴിക്കുകയാണ്. എന്ന് വരെ നിങ്ങൾ നോക്കൂ. നമ്മളിവിടെ ചർച്ചയിലാണ്, വമ്പിച്ച ചർച്ച. എന്താണ് ചർച്ച? ജിന്ന് സഹായിക്കുമോ ഇല്ലയോ എന്നാണ് ചർച്ച. ഇവിടെ ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഇരിക്കുന്ന മഹാപണ്ഡിതന്മാരില്ലേ, സ്വന്തം ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ മുഴുവനും ഈ ആദർശത്തിന് വേണ്ടി ബലി കൊടുത്ത ഈ പണ്ഡിതന്മാരില്ലേ, അവർ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യത്തെ മുഴുവനും പോക്കറ്റടിച്ചു കൊണ്ടുപോകുവാൻ ഒരു പുരോഹിതനും അയാളുടെ മുടി വിപ്ലവവും പരിശ്രമിക്കുമ്പോ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ ലോകത്തെ ഏറ്റവും വലിയ ചർച്ചയിലാണ്. ജിന്ന് ഭൗതികമോ അഭൗതികമോ മഹാചർച്ചയാണ്. വല്ലാത്ത വിഷയങ്ങളാണ്, മഹാചർച്ചയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് മഹാചർച്ചയായി? ജിന്ന് ഭൗതികമാണ് അഭൗതികമാണ് എന്ന വിഷയത്തിനോട് ചർച്ചയായി. ജിന്നെങ്ങാനും മലക്കെങ്ങാനും അഭൗതികമാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണ്? ബഹുമാനനായ അക്ബർ സാഹിബ് അത് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും തലനാരിയ കീറി മുറിച്ച് പഠിക്കുന്ന നിങ്ങൾക്കറിയുമോ, നമ്മളുടെ സമസ്തക്കാരുടെ ഒരു മുഖാമുഖത്തിൽ നിങ്ങൾക്കറിയാം, മലക്കും ജിന്നും അഭൗതികമാണ് എന്ന് പറഞ്ഞിട്ട് അഭൗതികമായ മാർഗത്തിലൂടെ നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലാഹുവിനല്ലാതെ കഴിയില്ല എന്നാണല്ലോ നിങ്ങൾ വാദിക്കുന്നത്. എങ്കിൽ ജിന്നും മലക്കും അഭൗതികമല്ലേ? മലക്ക് നമ്മളെ സഹായിക്കും, ജിന്ന് നമ്മളെ ഉപദ്രവിക്കുമെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ശിർക്കല്ലേ എന്ന്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ ഗൗരവമായി നാം പഠിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ചോ, ഹദീസ് നിഷേധികൾ ആരാണ് ഈ കൂട്ടത്തിലുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം, ഒരു കാര്യം നിങ്ങൾ കേട്ട് അത് ഞാൻ വിശദീകരിച്ച് എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ആരാണ് ഇവിടെ ഹദീസ് നിഷേധിച്ചത്?
തൊട്ടു മുമ്പ് പറഞ്ഞ വലിച്ചെറിയപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ തന്നെ മുങ്കറായ ആ ഹദീസിനെ തള്ളേണ്ടതാണെന്ന് പറഞ്ഞാൽ യാതൊരു മുഖവരിയുമില്ലാതെ ദുസ്സൂചനകൾ നൽകിക്കൊണ്ട് ഹദീസ് നിഷേധത്തിനെതിരിൽ ശബ്ദിക്കുന്ന ഒരു അപശബ്ദം അത് കേൾക്കുകയുണ്ടായി. ആരാണ് മുജാഹിദ് വിഭാഗത്തിൽ ഹദീസിനെ നിഷേധിക്കുന്നത്? ഏത് ഹദീസിനെയാണ് നിഷേധിക്കുന്നത്? അത് സമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ഇത് പറയുന്നവർക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ സംഘടനയുടെ അതിന്റെ ഒരു ഔദ്യോഗികമായ സ്ഥാനത്തിരിക്കുന്ന ഒരു എളിയ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം ഏത് ഹദീസിനെയാണ് നിഷേധിക്കുന്നത്? സഹോദരങ്ങളെ, ആരാണ് ഹദീസിനെ നിഷേധിക്കുന്നത്? കേട്ടോളൂ നിങ്ങൾ. അതുപോലെ സിഹർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു സിഹർ വെച്ചാ പോരാ. കടവത്തൂർ ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ? നദി പോകും തലശ്ശേരിക്കന്നെ വിട്ടൂറില്ല വണ്ടി. ഇനി അത് മാത്രമല്ല, ഒരൊറ്റ സിഹിർ ചെയ്തുകൊണ്ടിരുന്ന ആ ബുഷിന് ആ സദ്ദാം ഹുസൈൻ കഴിച്ചില്ല. തൂക്കാൻ വിളിച്ച ടൈമിൽ ഒറ്റ സിഹിർ. ഏത് സിഹിർ അറിയോ? മൊബൈൽ. ഇപ്പൊ ആട്ടം യുഗല്ലേ. അപ്പൊ ഈ ജാതി എന്ത് കാര്യവും ഈ ലോകത്ത് നേടാം. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സിഹിറിനെ സംബന്ധിച്ച് സുലൈമാൻ നബിയുടെ രാജാധികാരത്തെ നിലനിന്നിരുന്നത് സിഹിർ അടിയിൽ ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്ന് ഇസ്രായേലിൽ വിശ്വസിച്ചിരുന്നു. ഗണ്ണിച്ചു ഖുർആൻ. എന്ന് മാത്രവുമല്ല, സിഹിർ ചെയ്താലോ കാഫറാവും. അതുകൊണ്ട് ഒമാ കാഫറ സുലൈമാൻ നബി കാഫർ ആയിട്ടില്ല എന്ന് ഖുർആൻ ഗണ്ണിച്ചു. സിഹിറിന് യാഥാർത്ഥ്യമില്ല എന്ന് പറഞ്ഞ് സിഹിറിനെ നിഷേധിക്കുന്ന KV സ്റ്റേജിലിരുന്ന ആളാ, സ്റ്റേജ് പ്രസംഗിച്ച ആളാ. എന്നാ KNMന്റെ നിലപാട് എന്താ? KNMന്റെ നിലപാട് വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സഹോദരങ്ങളെ, എന്താണ് നിങ്ങൾ കേട്ടോളൂ. നമ്മുടെ നിലപാട് അബാന മൗലവി, അലവി മൗലവി, അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ എഴുതിയ ആ അഭിപ്രായം നിങ്ങൾ കേട്ടോളൂ. സിഹിറിന് യാഥാർത്ഥ്യമില്ല. ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാകുന്ന തരത്തിൽ ഒരു സിഹിറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾ മാത്രമുള്ള പേരാണ് സിഹിർ എന്നിങ്ങനെ ചിലർ അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസിലി വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. കണ്ടോ, മുഅ്തസിലി വിശ്വാസക്കാർ ഈ പ്രസ്ഥാനത്തിന്റെ സ്റ്റേജിലുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. കേരള നേതൃത്വത്തിൽ മുജാഹിദീനും KJയും അംഗീകരിക്കുന്ന ആദർശങ്ങൾക്കെതിരാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് നൽകപ്പെട്ട സമയം ഇവിടെ പൂർത്തിയായതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രസ്ഥാനം യഥാർത്ഥമായ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസ്ഥാനം അതിനെ ഹൈജാക്ക് ചെയ്ത് ഏതൊക്കെയോ റൂട്ടിലേക്ക് ആളുകൾ നയിച്ചു കൊണ്ടുപോകുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായി. തൗഹീദിൽ യാതൊരു ഭംഗവും ഇവിടെ വന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ശിർക്കിന്റെ പ്രചാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് ഈ വസ്തുതകളെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കുക. അല്ലാഹുവിനോടല്ലാതെ ഒരാളോടും ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദാ, പറയൂ പ്രവാചകരെ, അല്ലാഹുവിനോടല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അവനൊന്നിലും ഒന്നിനെയും ഞാൻ അവനോട് പങ്കു ചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അല്ലാഹുവിനെ വിട്ട് ഒരു മലക്കിനോടും ഒരു ജിന്നിനോടും ഒരു അമ്പിയായിനോടും ഒരു ഖബറാളിയോടും ഒരു ദേവിയോടും ദേവനോടും ഒന്നും പ്രാർത്ഥിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, എന്റെ അടിമക്കല്ല പോലെ എന്ന ചോദ്യത്തിന് മതി എന്ന ഉത്തരമാണ് ഈ സദസ്സ് നൽകുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നല്ല മനുഷ്യർക്കും എല്ലാ നല്ല പ്രബോധകന്മാരെയും അല്ലാഹു കൂടുതൽ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. പ്രായം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉണ്ട്. അവർക്കെല്ലാം അല്ലാഹു
അവർക്കെല്ലാം അല്ലാഹു ദീർഘായുസ് നൽകുകയും രോഗത്തിന് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെ തെറ്റിദ്ധരിച്ചവരോടൊന്നും നമുക്കൊരു വിരോധവുമില്ല. പക്ഷെ എല്ലാവരും മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും ഇവിടെ ചീഞ്ഞിട്ടില്ല. ചീഞ്ഞവരുമായുള്ള ഐക്യപ്രഖ്യാപനം അവിടെ നടന്നത് അത് പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിനാൽ ഹക്ക് മനസ്സിലാക്കി ഹക്കിന്റെ കൂടെ നിന്ന് ജീവിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാ നന്മകളും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിനങ്ങളിലും ശക്തമായ ദഅവത്തുമായി ഇസ്ലാമിന്റെ വ്യത്യസ്ത വിഷയവുമായി നമ്മൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് പടച്ചോന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഇറങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا